हरे कृष्णा। जयो राधा माधवा कुंज विहारी गोपीजन वल्लभा गिरिवरदारी। जयो राधा माधवा कुंज विहारी गोपीजन वल्लभा गिरिवरदारी। यशोदनंदन व्रज जन रंजना यशोदनंदन व्रज जन रंजन यमुना तीरवनचारी। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരതേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ദേവീ ഭഗവതി ഭക്തിർഭവതി നഷ്ടൈ മോഹം കരോതി വാചാലം പങ്കം ലങ്കായതേ ഗിരി യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യേശ്വരം. വാഞ്ചാകൽപതരൂപസ്യ കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനി നമാചാര്യായ പദാനിതായ കൃപാപ്രദായിനി ഗൗരഗദാ ദാമോദായ നഗരഗ്രാമധാരിണീ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷാശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ സബിത മാതാജി, ഹരേ കൃഷ്ണ ലൈല മാതാജി, ഹരേ കൃഷ്ണ രാധിക മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ ഉത്തമ ഭക്തി രോഹിണി ദേവിദാസ്യ മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മള് ശ്രീമദ് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നമ്മള് ശ്രീമദ് ഭാഗവതമാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 2-3 ക്ലാസ്സുകളിലായിട്ട്. 1, 2, 3 ശ്ലോകങ്ങൾ ഞാൻ എടുത്തിരുന്നു. അതിനുശേഷം നമുക്ക് കൃഷ്ണചൈതന്യ പ്രഭു വന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ 4-5 ശ്ലോകം നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പൊ 4-5 ശ്ലോകത്തില് എന്തായിരുന്നു പറഞ്ഞിരുന്നത് എന്ന് നോക്കാം. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ 4-5 ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞിരുന്നെന്ന്? എന്താണ് അവര് ഇത് ഭാഗവതം ചർച്ച ചെയ്യാനായിട്ട് അസംബിൾ ചെയ്തിരുന്ന സ്ഥലം, തിരഞ്ഞെടുത്ത സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ അല്ലെ. നമ്മൾ ഓരോ കാര്യവും എന്താ പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ ആ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ചില സ്ഥലത്ത് വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ കായ്മ, അല്ലെങ്കിൽ അതൊരു ചേരായ വരിക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ അത് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം നൈമിഷാരണ്യമാണ്. നൈമിഷാരണ്യത്തെ പറ്റി ഒരുപാട് വലിയ സ്റ്റോറി ഉണ്ട്. നമുക്ക് ഇതിന് ഈ 1 മണിക്കൂറിനകം അതൊന്നും പറയാനായിട്ട് സാധിക്കാത്തതും ഞാൻ പൂർണ്ണമായിട്ട് അത് ഓർക്കാത്തത് കൊണ്ടും ഞാൻ ഇപ്പൊ അത് പറയുന്നില്ല. നൈമിഷാരണ്യം വലിയ സ്റ്റോറിയാണ്. അപ്പൊ 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന മഹയജ്ഞം അവര് സമ്മേളിച്ചു അല്ലെ. 1000 വർഷക്കാലം, 1000 വർഷക്കാലത്ത് അപ്പൊ വേദങ്ങള്, ഉപനിഷത്തുക്കള്, വേദാന്ത സൂത്രം, അങ്ങനെ പുരാണങ്ങള്, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനമാണ് ഭാഗവതം പറയുന്നത്. അതൊരു സത്രമാണ്. സത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സപ്താഹം എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ്. സത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര കാലം വേണമെങ്കിലും നീണ്ടു നിൽക്കാം. ഏതൊക്കെ അവിടെ പ്രതിപാദിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് നീണ്ടു പോകാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് എടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത്, ഞാൻ ഇന്നത്തെ ക്ലാസ് ഞാൻ അല്ല എടുക്കാനായിട്ടിരുന്നത്. ഞാൻ പ്രിപ്പയർഡും അല്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രോഹിണി
മാതാജി ആയിരുന്നു ഇന്നത്തെ ആ, മൂന്ന് ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുവിന് ഇന്ന് ക്ലാസ് ഉണ്ടാവോ? ഇന്ന് ഇവിടുത്തെ 7:30 ഉണ്ടോ? ഏഴരയ്ക്ക്. ഭക്തിശാസ്ത്രി. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്നത്തെ ക്ലാസ് രോഹിണി മാതാജി ആയിരുന്നു മൂന്ന് ശ്ലോകങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പം രോഹിണി മാതാജിക്ക് എന്താ പറയുക, മോനെ കൊണ്ട് ക്യുസാറ്റിൽ പോയിരിക്കായത് കൊണ്ട് അസൗകര്യം, അവിടെ നിന്ന് തിരിച്ചെത്തി ചേരാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല, വീട്ടിലെത്തിയിട്ടില്ല ഇതുവരെ. അപ്പൊ അതുകൊണ്ട് മാതാജിക്ക് അസൗകര്യം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞ, ഞാൻ ഒന്നും തന്നെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ ഡയറക്റ്റ്ലി വന്ന് ആ, എടുക്കുവാണ്. അപ്പൊ അത് എങ്ങനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം, പ്രത്യേകിച്ച് പ്രഭുവിൻ്റെയും ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഭാഗവതം നമുക്ക് എന്താ പറഞ്ഞ ആദ്യമായിട്ടുള്ളൊരു ഒരു സംരംഭമാണ്. എങ്ങനെയെന്നൊന്നും അറിയില്ല. യാതൊരു യോഗ്യതയില്ല എന്നുള്ളത് അത് പൂർണ്ണമായിട്ടും വാസ്തവമാണ്. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ അനുഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇവിടെ ശ്രീലപ്രഭാതൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അത് തന്നെ ധാരാളം എന്ന് തന്നെ അങ്ങ് വിചാരിച്ച് നമുക്ക് അങ്ങ് മുന്നോട്ട് പോകാം. അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ എന്താണ്, ഈ നമ്മൾ സ്ഥലം തിരഞ്ഞെടുത്തു. പ്രഭു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത 4-ാമത്തെ ശ്ലോകത്തിൽ നൈമിഷാരണ്യമാണ് അവർ തിരഞ്ഞെടുത്തത്. പിന്നെ അതുപോലെ തന്നെ 1000 സംവത്സരം നീണ്ടു നിന്ന ആ സത്രത്തിന്റെ മഹത്യജ്ഞത്തിന്റെ അവസാനമാണ് ശ്രീമദ് ഭാഗവതം പ്രതിപാദിക്കുന്നത്. പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞത് ആം, ഒരു ദിവസം യാഗാഗ്നി ജ്വലിപ്പിച്ച് പ്രഭാതകർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം സൂത ഗോസ്വാമിക്ക് ബഹുമാനീയമായ ഇരിപ്പിടം നൽകിക്കൊണ്ട് ശ്രേഷ്ഠരായ ഋഷിമാർ അത്യാദരവോടെ താഴെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അതീവ താല്പര്യത്തോടെ ആരാഞ്ഞു. അപ്പം അപ്പൊ അവിടെ വ്യാസാസനത്തിൽ ഇരിക്കുന്ന വ്യക്തി ആരാണെന്ന് പ്രതിപാദിച്ചു ഈ 5-ാമത്തെ ശ്ലോകത്തിൽ. അപ്പൊ 5-ാമത്തെ ശ്ലോകത്തിൽ വ്യാസാസനത്തിൽ ഇരിക്കുന്ന ആള് സൂത ഗോസ്വാമി, സൂത ബ്രഹ്മർഷി അല്ലെങ്കിൽ സൂത ഗോസ്വാമി ആണ് ഇരിക്കുന്നതെന്നും മനസ്സിലായി. അപ്പം വ്യാസാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് വ്യാസദേവന്റെ പ്രതിനിധികൾ. വ്യാസദേവനാണല്ലോ നമുക്ക് ശ്രീമദ് ഭാഗവതം ഒക്കെ പറഞ്ഞു തന്നത് അല്ലേ, ആദ്യമായിട്ട് ഉപദേശിച്ചത്. അപ്പൊ ആ ശ്രീമദ് ഭാഗവതം പറഞ്ഞു തരുന്ന വ്യാസദേവന്റെ പ്രതിനിധിയായിട്ട് വ്യാസദേവൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി തന്നെ നമ്മളോട് പറഞ്ഞു തരുന്ന ആൾക്കാർ ഇരിക്കുന്ന ആസനത്തിനെ പറയുന്നതാണ് വ്യാസാസനം, അവരുടെ ഇരിപ്പിടം. അപ്പൊ ആ വ്യാസാസനത്തില് ഇരിക്കുന്ന വ്യക്തിയും അത് കേൾക്കുന്ന വ്യക്തികൾക്കും എന്താണ്, അതിന്റെ യോഗ്യതകൾ ഉണ്ടാവും. അപ്പൊ ആ യോഗ്യതകളെ പറ്റിയൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ അവിടെ ഇരിക്കുന്ന ആ വ്യക്തിയോട് എന്താണ്, ഋഷിമാർ, അപ്പൊ അവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ഋഷിമാർ എന്താണ് ഇദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുന്നതാണ് ഇനി തുടർന്നുള്ള ശ്ലോകങ്ങളിൽ വരുന്നത്. അപ്പൊ ആ ഋഷിമാർ ചോദ്യം ചോദിക്കുന്നതിന് മുൻപേ തന്നെ സൂത ഗോസ്വാമിയെ പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് വ്യാസാസനത്തിൽ ഇരിക്കുന്ന വ്യക്തിയെ നമ്മൾ എന്താണ്, ഇപ്പോഴും നമുക്ക് കാണാം ഇസ്കോണിലൊക്കെ തന്നെ വ്യാസാസനത്തിൽ ഇരിക്കുന്ന വ്യക്തിയെ പറ്റി ആദ്യമായിട്ട് നമുക്കിപ്പം വിസിറ്റിംഗ് വൈഷ്ണവരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഇരിക്കുന്ന ആളുടെ ഒരു ഹിസ്റ്ററി, അദ്ദേഹം ഏതെല്ലാം നിലകളിൽ പ്രവർത്തിച്ചു വന്ന ആളാണ്, അദ്ദേഹത്തെ പറ്റി നല്ലൊരു ഗ്ലോറിഫിക്കേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ക്ലാസ് തുടങ്ങുള്ളൂ. പക്ഷെ അദ്ദേഹം എന്താണ് തിരിച്ചു ചെയ്യുന്നത്? അദ്ദേഹം എന്ത് ചെയ്യും? അതുപോലെ തന്നെ ആ കൂടിയിരിക്കുന്നവരുടെ കൃപ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് യാചിക്കും. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പരമായിട്ടുള്ള ആ ഒരു ബന്ധം, കൈമാറ്റമാണ് അല്ലെ, പരസ്പരം. ഇവിടെ നിന്ന് എന്ത് കിട്ടാനുള്ളതോ അത് മേടിച്ചെടുക്കുക എന്നുള്ളത് ആ ശ്രോതാക്കളുടെ ഇത്. അതുപോലെ തന്നെ തിരിച്ച് ഇത് പറയാനായിട്ടൊരു ഇത് കിട്ടണമെങ്കിൽ അവരുടെ ഒരു പൊട്ടൻസി, അതായത് ഇത് കൊടുക്കൽ വാങ്ങലാണ് അല്ലെ. കേട്ടിരിക്കുന്ന ശ്രോതാക്കള് നല്ല രീതിയിൽ കേട്ടിരുന്ന് നല്ല രീതിയിൽ സംശയം ചോദിക്കുവാണെങ്കിൽ അത് എടുക്കുന്ന ആൾക്കും അതിൻ്റെതായ ഒരു പൊട്ടൻസി ഉണ്ടാകും. അപ്പൊ ആ ഒരു കൊടുക്കൽ മാറ്റം, ആ ഒരു കൈമാറ്റമാണ് ഇത് നടക്കുന്നത്. ഇപ്പൊ തന്നെ ഞാൻ നോക്കുമ്പോഴത്തേനും ഇവിടെ ആകെ കൃഷ്ണ ചൈതന്യ പ്രഭുവിനെ മാത്രമേ കാണുന്നുള്ളൂ, ബാക്കി ആരെയും എന്താ പറയുക കാണുന്നില്ല. അപ്പൊ ആ കൊടുക്കൽ വാങ്ങല് എങ്ങനെ നടക്കും എന്നുള്ളത് നമ്മളിപ്പോ കാണാൻ പോവാണ് ഇങ്ങനെ ആണെങ്കിൽ. അപ്പം അതാണ് അതിന്റെ ആ ഒരു വ്യത്യാസം. നമ്മളിപ്പോ എന്താണ്, ഒരു ബ്ലാങ്കിൽ കുറച്ച് കറുത്ത സ്ക്രീനിൽ നോക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം അതുപോലെ അല്ല ചെയ്തത്. ഇദ്ദേഹം എന്താണ്, ആയിരക്കണക്കിന് ഋഷിമാർ ഇങ്ങനെ മുന്നിലിരിക്കുകയാണ്. സൂത ഗോസ്വാമി ആസനസ്ഥനായി. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ഋഷിമാര് ഇദ്ദേഹത്തെ പറ്റി എന്താണ് പുകഴ്ത്തിക്കൊണ്ട്, ഇദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് പറയുന്ന ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന 3 ശ്ലോകങ്ങൾ. അപ്പം ശ്രീമദ് ഭാഗവതം
അധ്യായം ഒന്നാമത്തെ സ്കന്ധം, അധ്യായം 1, ഋഷിമാരുടെ അന്വേഷണങ്ങൾ, ശ്ലോകം 6. ഋഷയ ഊചു ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനകാം ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുതഃ. ഋഷയ ഊചു ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുതാം. ഋഷയ ഊചു ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുതാം. ഹരേ കൃഷ്ണ. അപ്പൊ ആദ്യമായിട്ട് രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം അധ്യായം 1, ശ്ലോകം 6. ഋഷയ ഊചു ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി യാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുതഃ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. കൃഷ്ണകുമാരി മാതാജി. ഊചു ത്വയാ പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ ഭാഗവതം ഉണ്ടോ പ്രഭു? ഇല്ല, കുഴപ്പമില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് നമുക്ക് 3 ശ്ലോകം എടുക്കേണ്ടതായതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. ഋഷയ, ഋഷിമാർ, ഊജുഹു അരുളി, ത്വയ അങ്ങയാൽ, ഖലു നിസ്സംശയം, പുരാണാനി ദൃഷ്ടാന്ത സഹിത വ്യാഖ്യാനങ്ങളുള്ള വേദാനുബന്ധങ്ങൾ, ഇതിഹാസാനി ചരിത്രാഖ്യായികളോടെ, അനഘ സർവധർമ്മങ്ങളിൽ നിന്നും സ്വതന്ത്രമായ ആഖ്യാതാനി വർണ്ണിച്ചു, എങ്കിലും താനി പഠിച്ചത് ധർമ്മശാസ്ത്രാണി ജീവിത പുരോഗതിക്ക് ഉതകുന്ന ഉചിതമായ മാർഗനിർദ്ദേശം നൽകുന്ന ശാസ്ത്രങ്ങൾ, യാനി ഇവയെല്ലാം അരുളി ചെയ്തു. അപ്പം ഇത് നമ്മൾ ആദ്യത്തെ ചോദ്യം തന്നെ മനസ്സിലാക്കി. ഋഷികൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ്. അപ്പൊ ആദ്യം നമ്മൾ ഭഗവാനെ പറ്റിയും ഭഗവാൻ ചെയ്ത കാര്യങ്ങളെ പറ്റിയും പരമസത്യം ഏതാണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ആ പരമസത്യത്തെ എന്താണ് നമ്മൾ കണ്ടെത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നും, അതായത് നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ്? സംബന്ധ, അദ്ദേഹവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന അഭിധേയ പ്രയോജന. സംബന്ധ, അഭിധേയ പ്രയോജന നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മളിത് തിരഞ്ഞെടുത്ത സ്ഥലം, അതുപോലെ അതേതാണെന്ന് മനസ്സിലായി. നൈമിഷാരണ്യമാണെന്ന് മനസ്സിലായി. പിന്നെ വ്യാസാസനത്തിൽ ഇരിക്കുന്ന ആള് സൂതഗോസ്വാമിയാണെന്നും നമ്മൾ 4-5 ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ 6ാമത്തെ ശ്ലോകത്തിൽ വന്നപ്പോൾ ഋഷിമാര് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം. അപ്പൊ അതിന്റെ വിവർത്തനം, ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ഋഷിമാർ ഇപ്രകാരം അരുളി ചെയ്തു: ആദരണീയനായ സുത ഗോസ്വാമി, അങ്ങ് സർവ്വ പാപങ്ങളിൽ നിന്നും വിമുക്തനും ഉചിതമായ മാർഗനിർദ്ദേശം ലഭിക്കിയാൽ ധർമ്മനിഷ്ഠമായ ജീവിതാചരണത്തിനുതകുന്ന സർവ്വ വേദ സാഹിത്യങ്ങളിലും പുരാണങ്ങളിലും ചരിത്ര ആഖ്യായികളിലും സുഗ്രാഹ്യമുള്ളവനുമാണ്. മാത്രവുമല്ല അവയൊക്കെ അങ്ങ് സുവ്യക്തവും സവിസ്തരവുമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഋഷിമാര് ഇദ്ദേഹത്തെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്ത് പറയുകയാണ്. എന്താണ്? അങ്ങ് ആദരണീയനായ സൂത ഗോസ്വാമി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വ്യാസാസനത്തിൽ ഇരിക്കുന്ന ആളെ നമ്മൾ അങ്ങനെ വെറുതെ വിളിക്കാൻ പറ്റത്തില്ല. ആദരണീയനായ, ഡിവൈൻ ഗ്രേസ് എന്നൊക്കെ പറയുന്നത് പോലെ ആദരണീയനായ സൂത ഗോസ്വാമി, അങ്ങ് സർവ്വപാപങ്ങളിൽ നിന്ന് വിമുക്തനും. സർവ്വപാപങ്ങളിൽ നിന്ന് വിമുക്തനായ ഒരാൾക്ക് മാത്രമേ ഇതേപോലെ നമുക്ക് ഉചിതമായ മാർഗനിർദ്ദേശം അങ്ങേക്ക് ലഭിച്ചു. അതായത് അങ്ങേക്ക് ആരിൽ നിന്നോ ഉചിതമായ മാർഗനിർദ്ദേശം ലഭിച്ചത് കൊണ്ടാണ് അങ്ങേക്ക് ഇങ്ങനെയുള്ള ഒരു പൊസിഷനിൽ, ഒരു സീറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നത്, അല്ലേ? അതുപോലെ തന്നെ ധർമ്മനിഷ്ഠമായ ജീവിത ആചരണത്തിന് ഉതകുന്ന സർവ്വ വേദ സാഹിത്യങ്ങളിലും പുരാണങ്ങളിലും
ചരിത്ര ആഖ്യായികളിലും സുഗ്രാഹ്യമുള്ളവനുമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ധർമ്മനിഷ്ഠനായിരിക്കണം, അല്ലെ? നമ്മൾ യമനിയമാദികളെല്ലാം പാലിച്ചു വരുന്ന ആ ധർമ്മനിഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഇത്. പിന്നെ എന്താണ്, എല്ലാ വേദ സാഹിത്യങ്ങളിലുള്ള അറിവുണ്ടായിരിക്കണം, പുരാണങ്ങളിലും പിന്നെ ചരിത്ര ആഖ്യായികളിലും. നമ്മൾ ചരിത്രത്തിൽ പല ആഖ്യാനങ്ങളും നമ്മൾ കാണാം, അതിനൊക്കെ തന്നെ ഉള്ള സുഗ്രാഹ്യമുള്ളവണ്. അത് ചെറിയ ചെറിയ ഗ്രാഹ്യമല്ല, വളരെ നല്ലതായിട്ട് ഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങ്. മാത്രവുമല്ല അങ്ങേക്ക് സുവ്യക്തവുമാണ്. ഇതെല്ലാം അങ്ങേക്ക് വളരെയധികം വ്യക്തമുള്ളതുമാണ്. അതുകൊണ്ട് സവിസ്തരമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അങ്ങ് എന്താണ്, വളരെ വിശദമായിട്ട് ഇത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ആദരണീയനായ സൂതഗോസ്വാമി അങ്ങ് അതിനെ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുവാണ്. അങ്ങ് ഞങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോകുന്നതിനുള്ള 9ാമത്തെ ശ്ലോകം തൊട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഭാവാർത്ഥം എന്താണെന്ന് വായിക്കാം. ഭാവാർത്ഥം ഭാഗവതം കയ്യിലുള്ള ഈ ആസിറ്റീസ് കയ്യിലുള്ള ആരെങ്കിലും, മാതാജി ഷെയർ ചെയ്തിട്ടില്ലായിരുന്നല്ലേ ഗ്രൂപ്പില്? ഇതല്ലോ പ്രഭു, ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തിട്ടുണ്ടല്ലേ, ഞാൻ ശ്രദ്ധിച്ചില്ല എന്തോ. അപ്പം വായിക്കാൻ വരുന്ന ഭാരതി മാതാജി ഭാവാർത്ഥം വായിക്കാമോ 6ാമത്തെ ശ്ലോകത്തിന്റെ? വായിക്കണമെങ്കിൽ വായിക്കാം. ഹരേ കൃഷ്ണ. മാതാജി, രാധിക മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ഒരു ഗോസ്വാമി അഥവാ ഉത്തമ വിശ്വാസയോഗ്യനായ ശ്രീ വ്യാസദേവ പ്രതിനിധി നിശ്ചയമായും സർവ്വവിധ പാപങ്ങളിൽ നിന്നും വിമുക്തനായിരിക്കണം. കലിയുഗത്തിൽ മുഖ്യമായ 4 പാപങ്ങൾ: 1 സ്ത്രീകളുമായുള്ള അവിഹിത ബന്ധം, 2 മൃഗങ്ങളെ കശാപ്പ് ചെയ്യൽ, 3 ലഹരി ഉപയോഗം, 4 പലതരം ചൂതുകളികളിൽ ഏർപ്പെടൽ. ഇവയാണ്. വ്യാസാസനത്തിൽ ഉപവിഷ്ടനാകുന്നതിന് ധൈര്യപ്പെടുന്നതിന് മുമ്പ് ഒരു ഗോസ്വാമി ഈ പാപങ്ങളിൽ നിന്നും നിശ്ചയമായും മുക്തനായിരിക്കണം. മുകളിൽ പ്രസ്താവിച്ച സകലവിധ പാപങ്ങളിൽ നിന്നും മുക്തനാകാത്തവനോ നിഷ്കളങ്കമായ സ്വഭാവ മഹിമ ഇല്ലാത്തവനോ ആയ ഒരാളെ യാതൊരു കാരണവശാലും വ്യാസാസനത്തിൽ ഉപവിഷ്ടനാകാൻ അനുവദിക്കരുത്. ഇത്തരം എല്ലാവിധ പാപങ്ങളിൽ നിന്നും മുക്തനായാൽ മാത്രം പോരാ, വെളിപ്പെട്ട സർവശാസ്ത്രങ്ങളിലും അഥവാ വേദങ്ങളിലും നിപുണനുമായിരിക്കണം. പുരാണങ്ങളും രാമായണം, മഹാഭാരതം മുതലായ ഇതിഹാസങ്ങളും വേദങ്ങളുടെ ഭാഗമാണ്. ആചാര്യൻ അഥവാ ഗോസ്വാമി നിശ്ചയമായും ഈ സമസ്ത സാഹിത്യങ്ങളെയും കുറിച്ച് നല്ല ജ്ഞാനമുള്ളവനാകണം. അവയൊക്കെ വായിക്കുന്നതിനെ ശ്രവിക്കുകയും വിശദമാക്കുകയും ചെയ്യുകയാണ് അതിപ്രധാനം. ശ്രവണ കീർത്തനങ്ങളിലൂടെ മാത്രമേ വെളിവാക്കപ്പെട്ട ശാസ്ത്രങ്ങളുടെ ജ്ഞാനം സ്വാംശീകരിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ശ്രവണേന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്നതിനെ ശ്രവണമെന്നും വർണ്ണനകളെ കീർത്തനമെന്നും പറയുന്നു. ആത്മീയ ജീവിത പുരോഗതിക്ക് സർവപ്രധാനമായ 2 പ്രക്രിയകളാണ് കീർത്തനവും. ശരിയായ കേന്ദ്രത്തിൽ നിന്നും വിനയാന്വിതമായ ശ്രവണത്തിലൂടെ അതീന്ദ്രിയ ജ്ഞാനം ഉചിതമായി ഗ്രഹിച്ച ഒരാൾക്കു മാത്രമേ വിഷയത്തെ യുക്തമായ രീതിയിൽ വർണ്ണിക്കാൻ സാധിക്കൂ. ഹരേ കൃഷ്ണ. അപ്പം ഇവിടെ നമ്മള് വായിച്ചപ്പോൾ മനസ്സിലായ എന്താണ്, വ്യാസാസനം എന്താണ്, അതിൽ ഇരിക്കാനായിട്ടുള്ള യോഗ്യത എന്താണ്, ആരാണ് ഗോസ്വാമി, ആരാണ് ഗോദാസൻ എന്നുള്ള കാര്യം. എന്താണ് ഗോസ്വാമി? ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച വ്യക്തികളെയാണ് ഗോസ്വാമികൾ എന്ന് പറയുന്നത്. നമ്മളെ 5 ഇന്ദ്രിയങ്ങളെ, പിന്നെ മനസ്സ്, 6ാമത്തെ ഇന്ദ്രിയമായ മനസ്സിനെയും കൂടി നിയന്ത്രിച്ച വ്യക്തികളെയാണ് ഗോസ്വാമികൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മളൊക്കെ ആരാണ്? ഗോദാസന്മാര്. എന്റെ കാര്യമാണ് പറയുന്നത്, നിങ്ങളുടെ കാര്യമല്ല കേട്ടോ. ഗോദാസനാണ്, അല്ല ഇന്ദ്രിയങ്ങളുടെ ദാസനാണ്. അപ്പൊ അങ്ങനെ അതേപോലുള്ള ഒരു ഗോസ്വാമി ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണ് വ്യാസാസനത്തിൽ ഇരിക്കാനായിട്ടുള്ള യോഗ്യതയുള്ളത്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ വ്യാസദേവന്റെ പ്രതിനിധി ആയിരിക്കണം. അതുകൊണ്ടാണ് വ്യാസാസനം. വ്യാസദേവന്റെ 1ാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വ്യാസാസനത്തിൽ ഇരിക്കുന്ന വ്യാസദേവന്റെ പ്രതിനിധി ആയിരിക്കണം, അല്ലെങ്കിൽ ഗുരുപരമ്പരയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അപ്പൊ വ്യാസദേവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിരുന്ന് പറയുമ്പോൾ അതിന് കുറച്ച് യോഗ്യതകൾ അത്യാവശ്യമാണ്. അപ്പൊ അതിൽ നിന്ന് പ്രധാനപ്പെട്ടായിട്ട് വേണ്ടത് എന്താണ്? ഈ പറയുന്ന
യമനിയമങ്ങളിലെ 28 യമങ്ങളുണ്ട്. അതിലെ പ്രധാനമായിട്ടുള്ള 4 എങ്കിലും അതാണ് ധർമ്മത്തെ പിടിച്ചു നിർത്തുന്ന 4 സ്തൂപങ്ങളായിട്ട് നമ്മൾ കണക്കാക്കി പറയുന്നത്. ആ 4 എന്താണ്? ആർക്കാ പറയാൻ പറ്റുന്നത്? ദയ, ശൗചം, ആ തപസ്, പിന്നെ തപസ്, പിന്നെ ഒന്നുകൂടി ഉണ്ട്, പരിശുദ്ധി, പരിശു ക്ലീൻലിനെസ് എന്ന് പറയും അല്ലേ? അപ്പൊ അങ്ങനെ ധർമ്മത്തെ പിടിച്ചു പരിശു നിർത്തുന്ന 4. അപ്പൊ അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നത്? ഒന്ന്, മാംസാഹാരം കഴിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ദയ, ജീവജാലങ്ങളോടുള്ള ദയ ദയ നഷ്ടപ്പെടുന്നു. പിന്നെ അടുത്തത്, അവിഹിത ബന്ധം നടത്തുമ്പോൾ എന്താണ്? പരിശുദ്ധത അല്ലെങ്കിൽ ക്ലീൻലിനെസ് നഷ്ടപ്പെടുന്നു. പിന്നെ അടുത്തത് എന്താണ്? മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ അടിമയാകുമ്പോൾ എന്താണ് നഷ്ടപ്പെടുന്നത്? തപസ് നഷ്ടപ്പെടുന്നു. പിന്നെ അടുത്തത് എന്താണ്? നമ്മൾ ചൂതുകളി ചെയ്യുമ്പോൾ എന്താണ്? സത്യസന്ധത നഷ്ടപ്പെടുന്നു. കള്ളം പറയേണ്ടി വരും അല്ലെ? വാത് വെക്കേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഈ 4 കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയ ഒരു വ്യക്തിയാണ് എന്താണ് ഈ പറയുന്ന സ്ഥാനത്ത് ഇരിക്കാനായിട്ട് അർഹനായിട്ടുള്ളൂ. അപ്പം അപ്പൊ ഈ ഗോസ്വാമി എന്ന് പറയുന്ന വ്യക്തി നിശ്ചയമായി ഈ പാപങ്ങളിൽ നിന്ന് സ്വതന്ത്രനായിരിക്കണം. അത് മസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മാത്രം പോരാ. അപ്പൊ സ്വഭാവ മഹിമ ഇല്ലാത്തവനോ ആയ ഒരാളെ യാതൊരു കാരണവശാലും വ്യാസാസന പീഠത്തിൽ ഉപവിഷ്ടനാകാൻ അനുവദിക്കരുത്. സ്വഭാവ മഹിമ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാളിത്യം എന്ന് പറയുന്നത് വളരെ എളിമ, അല്ലെങ്കിൽ ലാളിത്യം, വിനയം എന്ന് പറയുന്നത് ആ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അത് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ഈ വ്യാസാസനത്തിൽ സൂതഗോസ്വാമി എങ്ങനെയാണ് ഉപവിഷ്ടനാകാനുള്ള കാരണം കൂടെ നമുക്ക് പറയേണ്ടി വരും. ഞാനതൊന്ന് പറഞ്ഞതാണ് ആദ്യത്തെ ഞാനെടുത്ത ക്ലാസ്സിൽ. ഓർമ്മയുണ്ടായിരിക്കും. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാൻ. നമ്മൾ ഈ ഭാഗവതത്തിന്റെ സന്ദർഭം എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് പരീക്ഷത്തിന് എവിടെ വെച്ച് പറഞ്ഞ ഗംഗാതീരത്ത് വെച്ചിട്ട് പരീക്ഷത്തിന് വ്യാസദേവന്റെ പുത്രനായ വ്യാസദേവനിൽ നിന്ന് കേട്ട ശുഗ ബ്രഹ്മർഷി അല്ലെങ്കിൽ ശുഗദേവ ഗോസ്വാമി പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുത്ത ആ സന്ദർഭത്തെ അസംബിൾ ചെയ്ത ഋഷിമാരുടെ കൂടെ ഈ പറയുന്ന സൂതബ്രഹ്മർഷി അല്ലെങ്കിൽ സൂതഗോസ്വാമി ഉണ്ടായിരുന്നു. ഇതേ സൂതഗോസ്വാമി തിരിച്ച് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സ്ഥലമായ ഈ പറയുന്ന ഋഷിമാരെല്ലാവരും സമ്മേളിക്കുന്ന സ്ഥലമായ നൈമിഷാരണ്യത്തിലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് എന്താണ്? അദ്ദേഹത്തിന്റെ അച്ഛൻ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? വ്യാസാസനത്തിലൊക്കെ കയറിയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് രോമഹർഷൻ എന്നാണ് പേര്. അദ്ദേഹം വ്യാസാസനത്തിൽ കയറി ഇരുന്നിട്ട് ഈ പറയുന്ന പോലെ ഈ ഈ ചർച്ചകൾ തുടങ്ങാനായിട്ട് ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് ബലരാമൻ അവിടെ വരുന്നു. ബലരാമൻ അവിടെ ആഗതനായിരുന്നപ്പോൾ എന്ത് ചെയ്തു? ബലരാമനും ഭഗവാൻ ശ്രീകൃഷ്ണനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്ന് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ് ബലരാമൻ, യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തെ കണ്ടപ്പോൾ ബാക്കിയുള്ള ഋഷിമാരെല്ലാരും എണീറ്റു. ഈ രാമകൃഷ്ണൻ വിചാരിച്ചു, എന്താണ്, വ്യാസാസനത്തിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ എന്താണ് ഈ ബലരാമൻ എന്നല്ല ആര് വന്നാലും ഇവിടെ നിന്ന് എണീക്കേണ്ട കാര്യം, എനിക്കിത് ഒരു അനുവദിച്ചു തന്ന ഒരു സ്ഥാനമാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? അതായത് പുറത്തു വന്നിരിക്കുന്ന ഒരു അതിഥിയെ ബഹുമാനിക്കേണ്ട എന്നുള്ള രീതിയിൽ വ്യാസാസനത്തിൽ ഇരുന്ന ആള് എണീക്കണ്ട എന്നുള്ള രീതിയിൽ അവിടെ അങ്ങ് ഇരുന്നു കഴിഞ്ഞപ്പോൾ ബലരാമന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് അപമാനിച്ചതായിട്ട് തോന്നി. അദ്ദേഹത്തെ ഒരു ദർഭ എറിഞ്ഞ് അദ്ദേഹത്തിന്റെ തൽക്ഷണം വധിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് അവിടെ ഇരിക്കുന്ന ഈ പറയുന്ന സത്രം മുടങ്ങാനും പാടില്ല. അപ്പം ബലരാമൻ തന്നെയാണ് ഈ സ്വന്തം പിതാവ് മരിച്ചു കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് എന്താണ് സൂത ഗോസ്വാമിയെ വ്യാസാസനത്തിനാക്കുന്നത്. ആര്? ഇപ്പൊ സൂത ഗോസ്വാമിക്ക് ഈ ക്വാളിറ്റി ഉണ്ട്. ഇന്ദ്രിയങ്ങളെ സ്വന്തം അച്ഛൻ മരിച്ചിരിക്കുന്ന അവസ്ഥയിലും അദ്ദേഹത്തെ പരമദിവ്യോത്തമ പുരുഷനായ ബലരാമൻ തന്നെ അദ്ദേഹത്തെ അവിടെ പിടിച്ചിരുത്തിയപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഇന്ദ്രിയങ്ങളെ അടക്കിയ ഒരു വ്യക്തിയല്ലേ? ഹരേ കൃഷ്ണ പ്രഭു എന്തോ ഹരേ കൃഷ്ണ പ്രഭു ദണ്ഡപ്രണാം. ഞാൻ ലീവ് ആവുകയാണ് പ്രഭു. അതെ, ക്ലാസ് തുടങ്ങാനായി. ഹാൻഡ് റൈസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ തിരുത്താനായിട്ടായിരിക്കും. ഇല്ല കറക്റ്റ്. ഹരേ കൃഷ്ണ. ഓക്കെ എന്നാ എല്ലാവരും ഹരേ കൃഷ്ണ. താങ്ക് യു ഗുരു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭു. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ അങ്ങനെ ഈ പറയുന്ന സ്വന്തം പിതാവ് മരിച്ചു കിടക്കുന്ന സമയത്ത് വ്യാസാസനത്തിൽ ഇരുത്തിയിട്ട് യാതൊരു ഭാവഭേദങ്ങളോ
ദുഃഖങ്ങളോ ഇല്ലാതെ തന്നെ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആർക്കെല്ലാം പറ്റുമോ? നമ്മളൊക്കെ ഗോദാസന്മാരാണ്, നമുക്ക് നടക്കില്ല. അപ്പൊ സൂത ഗോസ്വാമി തീർച്ചയായിട്ടും യോഗ്യതയുള്ള ആളാണ്. ആരാണ് അദ്ദേഹത്തിനെ അവരോധിച്ചത്? ബലരാമനാണ്, സാക്ഷാൽ ബലരാമനാണ് അവരോധിച്ചത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം യോഗ്യൻ തന്നെയാണ് ഇതിന്. അപ്പൊ അങ്ങനെ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിനോട് ഭാഗവതം എടുക്കാനായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ അടുക്കൽ നേരിട്ട് ഇൻസ്ട്രക്ഷൻ കിട്ടുന്ന ഒരു വ്യക്തിയാണ് സൂത ഗോസ്വാമി, അല്ലേ? അപ്പൊ അങ്ങനെ ഇദ്ദേഹം വ്യാസാസനത്തിൽ അവരോധിതനായ വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഈ ഋഷിമാർ അദ്ദേഹത്തിനെ എന്താണ് പ്രശംസിക്കുകയാണ്. അപ്പം ധർമ്മശാസ്ത്രങ്ങൾ, അപ്പൊ ഈ പറയുന്ന 4 യമനിയമങ്ങൾ മാത്രം പോരാ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മാത്രം പോരാ, അദ്ദേഹത്തിന് ലാളിത്യം വേണം, ക്ഷമ വേണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. പിന്നെ ഏതൊരു സാഹചര്യത്തിലും വ്യതിചലിക്കാത്തൊരു മനസ്സ്, അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. സ്വന്തം പിതാവിനെ എന്റെ ആ ഒരു വധം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, അല്ലെ? അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ തന്നെ എന്ത് ചെയ്തു? വ്യാസാസനസ്ഥനാകേണ്ട ഒരവസ്ഥ വന്ന ഒരാളാണ് സൂത ഗോസ്വാമി. അപ്പൊ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച വ്യക്തിയാണ്, പൂർണ്ണമായിട്ടും അവിടെ ഇരിക്കാനായിട്ട് യോഗ്യത തന്നെ ഉണ്ട്. അപ്പോൾ ധർമ്മശാസ്ത്രങ്ങളിലും വേദങ്ങളിലും ഉള്ള പുരാണങ്ങളിലൊക്കെ അറിവ് വേണം. ഇതിഹാസങ്ങളിൽ, രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ ഉള്ള അറിവും വേണം. ഈ പറയുന്ന എന്താ പറയുന്ന ഈ 4 യമനിയമങ്ങൾ മാത്രം ഞാൻ പാലിച്ചു എന്ന് മാത്രം പോരാ. ഗോസ്വാമി ആകണമെങ്കിൽ ഈ പറയുന്ന വേദശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ എന്താണ് അഗാധമായ പാണ്ഡിത്യവും ഉണ്ടായിരിക്കണം. അപ്പം ശ്രവണേന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്നതിനെ ശ്രവണമെന്നും വർണ്ണനകളെ കീർത്തനമെന്നും അഭിസംബോധന ചെയ്യുന്നു. അപ്പൊ നമ്മൾ എവിടെ നിന്നൊക്കെയാണ് ഇത് പറയുന്നത്? നമ്മൾ കേൾക്കുന്നത് എന്താണ്? ആചാര്യവാണി. അതെന്താണ്? ഓതറൈസ്ഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെ അത് കേൾക്കണം. നമ്മൾ സാധാരണക്കാര് പറയുന്ന എന്തും, അതായത് നമ്മൾ പറയുന്ന ലൂസ് സ്റ്റോക്കുകൾ, അല്ലെ? നമ്മൾ എന്താണ് പറയുന്നത് എപ്പോഴും? ഭൗതികമായ ലൂസ് സ്റ്റോക്കിന് വേറൊരു പേരുണ്ടല്ലോ, എന്താണ്? ഗ്രാമകഥ. നമ്മൾ ഗ്രാമകഥയാണ്, അതായത് നമ്മൾ ഈ ശാസ്ത്രത്തിൽ പറയുന്ന ഗ്രാമകഥ എന്നുള്ള പേരിലാണ് നമ്മൾ ഈ പരദൂഷണത്തിന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? ഒരാളുടെ കുറ്റം പറയൽ, പരദൂഷണം, മറ്റുള്ളവരെ നമ്മൾ വിമർശിച്ച് പറയുക, അങ്ങനെ അതിലാണ് നമ്മൾ ആനന്ദം കണ്ടെത്തുന്നത്, അല്ലേ? അപ്പം ഇത് ശ്രവണം, നമ്മൾ ആധികാരികമായിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെ അത് ശ്രവിക്കണം. എന്നിട്ട് നമ്മളുടെ വായിൽ കൂടെ വരുമ്പോൾ അത് കീർത്തനമാകുന്നു. അതായത് ഭഗവാനെ പറ്റി വർണ്ണിക്കാനായിട്ടുള്ള ആ വർണ്ണനകൾ എന്തായി മാറുന്നു? കീർത്തനങ്ങളായി മാറുന്നു. അപ്പം യഥാർത്ഥ കേന്ദ്രത്തിൽ നിന്നും യഥോചിതമായ രീതിയിൽ വിന്യാനിതമായ അതീന്ദ്രിയജ്ഞാനം ഗ്രഹിച്ച ഒരാൾക്ക് മാത്രമേ നൈസർഗികമായ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ശ്രീമദ് ഭാഗവത വിഷയത്തെ യുക്തമായ രീതിയിൽ സവിസ്തരവും സുവ്യക്തവുമായി വർണ്ണിക്കാൻ സാധ്യമാകുള്ളൂ. വളരെ അടിവരയിടേണ്ട പോയിന്റ് ആണത്. എന്താണ്? യഥാർത്ഥ കേന്ദ്രത്തിൽ, ഓതറൈസ്ഡ് സോഴ്സ്. കാര്യം ഓതറൈസ്ഡ് സോഴ്സ് എന്താണ്? പരമ്പര വഴി വരുന്ന ജ്ഞാനം. അപ്പൊ അവിടെ നിന്ന് ഗ്രഹിച്ചു, ശ്രവണത്തിൽ കൂടെ. ശ്രുതികൾ, വേദങ്ങളെല്ലാം തന്നെ ശ്രുതികളാണ്. അപ്പൊ അതുകൊണ്ട് വിനയാന്വിതനായിട്ട് വേണം ഇതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെ? വിനയാന്വിതനായിട്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ വിനയാന്വിതനായി എന്ന് നമ്മളിപ്പോ പറയുന്നത്? നമ്മളിത് എവിടെ, ഇതേപോലെ നമ്മൾ എവിടെ നിന്നാണ് ഇത് കേൾക്കേണ്ടതെന്ന് നമുക്ക് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്. ആർക്കാ അത് പറയാൻ പറ്റുന്നേ? അപ്പൊ ഈ അതീന്ദ്രിയ ജ്ഞാനം ഗ്രഹിച്ച ഒരാൾക്ക് മാത്രമേ നൈസർഗിക ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ശ്രീമദ് ഭാഗവത വിഷയത്തെ യുക്തമായ രീതിയിൽ സവിസ്തരവുമായിട്ട് വർണ്ണിക്കാനും പ്രതിപാദിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് വ്യക്തമായി. ഇനി ഏതാണ് ഓതറൈസ്ഡ് സോഴ്സ്, എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒരു ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ആർക്കാണ് ശ്ലോകം പറയാൻ പറ്റുന്നത്? വിനയ സമ്പന്ന. വേറൊരു ശ്ലോകം കൂടെ ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ശ്ലോകം നമ്പർ പറയാം. ഭഗവത്ഗീത അടുത്തുള്ളവർ എടുക്കുക. 4:34. 4:34. ഞാൻ പറയാൻ താമസം ഉണ്ടെങ്കിൽ അതിന്റെ ഭാവാർത്ഥം വായിച്ചാൽ മതി. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശന. എന്താണ് അതിന്റെ ഭാവാർത്ഥം? ഭാവാർത്ഥത്തിൽ വിവർത്തനം. ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. അദ്ദേഹത്തെ സേവിക്കുക. അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവ്വം ചോദിച്ചറിയുക. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾ സത്യം കണ്ടറിഞ്ഞിരിക്കുകയാൽ അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്യാൻ കഴിവുണ്ട്.
അപ്പൊ വ്യാസാസനത്തിനായ ഇരിക്കുന്ന വ്യക്തി സത്യം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് അല്ലെ. അത് ഭഗവാൻ വ്യക്തമായിട്ട് അവിടെ പറയുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ജ്ഞാനോപദേശം നൽകാനായിട്ട് സാധിക്കുന്നു. പിന്നെ എന്താണ് ചോദിക്കുന്ന ആളെന്താണ്? തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. എന്താണ്? വളരെ വിനയപുരസ്സരം സബ്മിസീവായിട്ട് അദ്ദേഹത്തിനോട് എന്താണ് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പരിപ്രശ്നേന, ചോദ്യം ചോദിച്ച് തന്നെ മനസ്സിലാക്കണം. അപ്പൊ എന്താണ്? വളരെ വിനയപുരസ്സരം ചോദിക്കണം. ഭഗവാൻ അതാണ് പറയുന്നത്. നമുക്കറിയാനുള്ള കാര്യങ്ങൾ എന്താണ്? വളരെ വിനയപുരസ്സരം തന്നെ ചോദിക്കണം. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മള് അതായത് വ്യാസാസനത്തിൽ ഇരിക്കുന്ന വ്യക്തിയുടെ യോഗ്യത പറഞ്ഞു. അത് ചോദ്യം ചോദിക്കേണ്ട വ്യക്തികളുടെ, ഇവർക്ക് രണ്ടുപേർക്കും ക്വാളിറ്റീസ് ഉണ്ട്. അപ്പൊ ആ രണ്ടുപേരുടെയും ക്വാളിറ്റീസ് നമ്മൾക്ക് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ എക്സ്ട്രാ പറയാം അതിനെപ്പറ്റി. അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ ഡയറക്റ്റ്ലി പോവാണ്. 3 ശ്ലോകങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ സമയം ഉണ്ടെങ്കിൽ മാത്രം ഇരിക്കാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് ബാക്കി ആ ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് നമുക്കത് എടുത്തു തീർക്കാം. അടുത്ത ശ്ലോകം 7. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേ ച മുനയ സൂത പരാവര വിദോ വിദൂം. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേ ച മുനയ സൂത പരാവര വിദോ വിദൂം. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? പത്മമാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേ ച മുനയ സൂത പരാവര വിദോ വിദു. ഹരേ കൃഷ്ണ. ഹരേ സബിത കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യജാമുനയാ സൂത പരാവര വിദോ വിദു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. യാനി എല്ലാം, വേദവിദാം വേദപണ്ഡിതൻ, ശ്രേഷ്ഠം ഭഗവാൻ പരമദിവ്യോത്തം പുരുഷൻ അവതാരം, ബാദരായണ വ്യാസദേവൻ, അന്യേ മറ്റുള്ള, ച മുനയ മുനിമാർ, സുത അല്ലയോ സുത ഗോസ്വാമി, പരാവരവിദോ പണ്ഡിത ശ്രേഷ്ഠരിൽ ഭൗതികവും അഭൗതികവുമായ ജ്ഞാനമുള്ള വ്യക്തി, വിദുഹു അറിയുന്നവൻ. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത് കി ജയ്. അല്ലയോ സൂത ഗോസ്വാമി, ശ്രേഷ്ഠ വേദാന്ത പണ്ഡിതനാകിയാൽ അങ്ങേക്ക് പരമദിവ്യോത്ത പുരുഷനായി വ്യാസദേവന്റെ ജ്ഞാനം പരിചിതമാണല്ലോ. മാത്രവുമല്ല ഭൗതികവും അഭൗതികവുമായ ജ്ഞാനങ്ങളെല്ലാം നേടിയ സന്യാസി ശ്രേഷ്ഠരെയും താങ്കൾക്ക് പരിചയമുണ്ടല്ലോ. ഭാവാർത്ഥം ആരാണ് വായിക്കുന്നത്? രാധാമാതാജി, ഭാവാർത്ഥം ഉണ്ടോ? ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ബ്രഹ്മസൂത്രം അഥവാ ബാദരായണി വേദാന്ത സൂത്രങ്ങളുടെ സ്വാഭാവിക വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. വേദാന്ത സൂത്രത്തിന്റെയും സർവ വേദശാസ്ത്രങ്ങളുടെയും സാരാംശമായ ശ്രീമദ് ഭാഗവത്തിന്റെയും രചയിതാവ് വ്യാസദേവനാകയാൽ ശ്രീമദ് ഭാഗവതത്തെ നൈസർഗികം അഥവാ സ്വാഭാവികം എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു. വ്യാസദേവനു പുറമെ ഗൗതമൻ, കണാദൻ, കപിലൻ, പതഞ്ജലി, ജൈമിനി, അഷ്ടാവക്രൻ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ഷഡ്വിധ തത്വശാസ്ത്ര ദർശനങ്ങൾ രചിച്ച മറ്റു ശ്രേഷ്ഠ ഋഷിമാരുമുണ്ട്. വേദാന്ത സൂത്രത്തിൽ ആസ്തിക്യത്തെ പൂർണ്ണമായി വിശദമാക്കിയിരുന്നു. എന്നാൽ മറ്റു കാൽപ്പനിക തത്വശാസ്ത്ര സംഹിതകളിൽ പ്രായോഗികമായ സർവ കാരണങ്ങളുടെയും പരമകാരണത്തെക്കുറിച്ചുള്ള യാതൊരു പരാമർശവുമില്ല. മറ്റെല്ലാ സമ്പ്രദായങ്ങളെയും എതിർത്ത് ശ്രീമദ് ഭാഗവതത്തിന്റെ ആസ്തിക്യ അവലോകനങ്ങളെ പരിപൂർണമായി അവതരിപ്പിക്കാൻ തക്കവണ്ണം എല്ലാ ദാർശനിക സിദ്ധാന്ത സംഹിതകളെയും കുറിച്ച് ജ്ഞാനം നേടിയ ശേഷം മാത്രമേ ഒരുവൻ വ്യാസാസനത്തിൽ ഉപവിഷ്ടനാകാവൂ. ശ്രീലസൂത ഗോസ്വാമി യഥാർഹനായ ആചാര്യനാകയാൽ നൈമിഷാരണ്യത്തിലെ ഋഷിമാർ അദ്ദേഹത്തെ വ്യാസാസനത്തിൽ അവരോധിച്ചു. ആധികാരിക ശക്തിയാവേശ അവതാരമാകയാൽ ശ്രീല വ്യാസദേവനെ ഇവിടെ ഭഗവാൻ എന്ന് പരാമർശിച്ചിരിക്കുന്നു.
ഹരേ കൃഷ്ണ ഹരേ പ്രഭുജി. കൃഷ്ണ. അപ്പൊ ഇവിടെ ഋഷിമാര് ഇതുപോലെ തന്നെ വ്യാസാസനത്തിലിരിക്കുന്ന സൂത ഗോസ്വാമിയെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് പറയുന്ന കാര്യം, അദ്ദേഹത്തെ സംപ്രീതനാക്കിയിട്ട് വേണം അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് വിനയ പുരസ്സരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ. അപ്പൊ ആദ്യം തന്നെ അദ്ദേഹത്തിന് ആ വ്യാസാസനത്തിൽ ഇരിക്കുന്ന സൂത ഗോസ്വാമി ഋഷിമാര് എന്താണ് അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്ന, വർണ്ണിച്ച് പറയുന്ന ശ്ലോകങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ശ്ലോകമാണ്: അല്ലയോ സൂത ഗോസ്വാമി, ശ്രേഷ്ഠ വേദാന്ത പണ്ഡിതനായാൽ അങ്ങേക്ക് പരമദിവ്യോത്തമ പുരുഷനായി വ്യാസദേവന്റെ ജ്ഞാനം പരിചിതമാണല്ലോ. അപ്പം വേദാന്ത സൂത്രമൊക്കെ ആരാണ് രചിച്ചത്? വ്യാസദേവൻ. അപ്പം ആ വ്യാസദേവൻ രചിച്ച ഈ പറയുന്ന വേദാന്ത സൂത്രങ്ങളിലൊക്കെയുള്ള ജ്ഞാനം പരിചിതമാണല്ലോ. എങ്ങനെ ഇദ്ദേഹത്തിന് പരിചിതമാകും? കാര്യം വ്യാസദേവൻ പറഞ്ഞു കൊടുത്ത അത് അതേപടി ആര് പറഞ്ഞു? ശുഗബ്രഹ്മർഷി അല്ലെ, വ്യാസദേവന്റെ പുത്രനായ ശുഗബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പൊ ശുഗബ്രഹ്മർഷി ഇത് പറഞ്ഞു കൊടുത്ത സമയത്ത് ഈ വേദാന്ത സൂത്രങ്ങളുടെയൊക്കെ സംഹിതയാണ്, അല്ലെങ്കിൽ അതിന്റെയൊക്കെ സത്താണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ ആ ശ്രീമദ് ഭാഗവതം ഇദ്ദേഹം കേട്ടതായതുകൊണ്ട് ഇദ്ദേഹം സർവ്വവേദങ്ങളിലും വേദാന്ത സൂത്രങ്ങളിലും പഠിച്ച നിപുണത നേടിയിട്ടുണ്ടെന്നാണ് ഇവരിവിടെ സ്ഥാപിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വ്യാസദേവന്റെ ആ അറിവ് ഇദ്ദേഹത്തിന് പരിചിതമാണല്ലോ, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇനി കേൾക്കേണ്ട ആവശ്യമില്ല, ഇദ്ദേഹം ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഭൗതികവും അഭൗതികവുമായ ജ്ഞാനങ്ങളെല്ലാം നേടിയ സന്യാസി ശ്രേഷ്ഠരെയും താങ്കൾക്ക് പരിചയമുണ്ടല്ലോ. അപ്പൊ ഈ സുഖ ബ്രഹ്മർഷിയെ പറ്റിയാണ്. അദ്ദേഹം ആദ്യം അഭൗതികമായിട്ടുള്ള ഒരു, അതായത് ബ്രഹ്മവാദിയായിരുന്നു. അതായത് ഈശ്വരന് രൂപമൊന്നുമില്ല എന്നുള്ള ആ ഒരു ബ്രഹ്മവാദിയായിട്ട് നടക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിന്നുള്ള വ്യക്തി, നമ്മൾ കേട്ട പോലെ ബർഹാവിടം നടവര കർണയോ കർണികാരം എന്ന് പറഞ്ഞ ശ്ലോകം കേട്ടിട്ട് അദ്ദേഹം എന്താണ് ആ കൃഷ്ണനിലേക്ക് മെഡിറ്റേറ്റ് ചെയ്യുകയും കൃഷ്ണനെ പറ്റി അറിയാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? സ്വന്തം പിതാവ് എന്താ പുത്രാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നിലവിളിച്ചിട്ട് പുറകെ നടക്കുകയായിരുന്നു. അതുവരെ തിരിഞ്ഞു നോക്കാത്ത വ്യക്തി തിരിഞ്ഞു നോക്കി പിതാവിന്റെ അടുക്കൽ ചെന്നിട്ട് എന്ത് ചെയ്തു? ഭാഗവതം കേൾക്കാനുണ്ടായത് അല്ലെ. നമ്മളിതെല്ലാം ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ അഭൗതികമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭൗതികമായ ജ്ഞാനത്തെ പറ്റി അറിഞ്ഞിരുന്നാൽ മാത്രമേ എന്താണ് ഭൗതികവും അഭൗതികവുമായ തമ്മിലുള്ള ആ വ്യത്യാസം മനസ്സിലാവുള്ളൂ അല്ലെ. നമ്മൾ ഈ പറയുന്ന മായാവാദ സിദ്ധാന്തം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതെന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിനെ എതിർക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ പറ്റിയുള്ള നോളേജുകൾ വേണം അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സന്യാസി ശ്രേഷ്ഠരെ എല്ലാം താങ്കൾക്ക് സുപരിചിതമാണല്ലോ, നല്ല പരിചയമുണ്ടല്ലോ. അപ്പൊ കാര്യം അവരുടെ കൂടെയൊക്കെ അത്രയും ചർച്ച ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇതിന്റെ എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് ഭൗതികവും അഭൗതികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള ജ്ഞാനമുള്ള വ്യക്തിയാണല്ലോ അങ്ങ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ബ്രഹ്മസൂത്രം അഥവാ ബാദരായണി അടുത്ത ഭാവാർത്ഥം ആർക്കാണ് വായിക്കാൻ പറ്റുന്നത്? ഭാരതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം എഴുതിയ ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥം ആരെങ്കിലും വായിച്ചായിരുന്നു? അത് ഒരാൾ വായിച്ചായിരുന്നു അല്ലേ? വായിച്ചിട്ടില്ല. വായിച്ചതാ. ഓക്കെ, എന്നാ അടുത്തതിന്റെ ആവട്ടെ. അപ്പൊ ബ്രഹ്മസൂത്ര അഥവാ ബാദരായണി വേദാന്ത സൂത്രങ്ങൾ ശ്രീമദ് ഭാഗവത്തിന് സ്വാഭാവിക വ്യാഖ്യാനമാണ്. അപ്പൊ വേദാന്ത സൂത്രത്തിന്റെയും സർവ്വ വേദശാസ്ത്രങ്ങളുടെയും സാരാംശമായ ശ്രീമദ് ഭാഗവത്തിന്റെ രചയിതാവ് വ്യാസദേവനാകിയാൽ ശ്രീമദ് ഭാഗവത്തെ നൈസർഗികം അഥവാ സ്വാഭാവികമെന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ പറയുന്ന വേദശാസ്ത്രങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ഒക്കെ രചയിതാവ് ആര് തന്നെയാണ്? വ്യാസദേവനാണ്. വ്യാസദേവൻ സാധാരണ ഒരു വ്യക്തിയാണോ? അല്ല. വ്യാസദേവൻ എന്നാണ് ഭഗവാന്റെ സത്യാവശ്യ അവതാരം കൂടിയാണ് അല്ലെ. ഭഗവാൻ തന്നെയാണ്. അപ്പൊ ആ ഭഗവാൻ എഴുതിയിരിക്കുമ്പോൾ അതിലെന്തെങ്കിലും തെറ്റ് വരാനായിട്ട് സാധ്യതയുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ എന്താണ്? അപ്പൊ ഇത് നൈസർഗികം അഥവാ സ്വാഭാവികം എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു. വ്യാസദേവന് പുറമെ ഇതിനെപ്പറ്റി നേരത്തെ പല ചർച്ചകളും പല വ്യാഖ്യാനങ്ങളും ഒക്കെ എഴുതിയ വ്യക്തികൾ ആരാണ്? ഗൗതമ മഹർഷി എഴുതിയിട്ടുണ്ട്, കണാദ മഹർഷി എഴുതിയിട്ടുണ്ട്, കപില മഹർഷി എഴുതിയിട്ടുണ്ട്, പതഞ്ജലി. അതിൽ കപില മഹർഷി ഭഗവാന്റെ ഒരു ഇതുപോലെ തന്നെ ശക്തിയാവശ്യ അവതാരമാണ്. കപില മഹർഷി ആരുടെ മകനാണ്? ദേവഹൂതിയുടെ മകനാണ്. കപില മഹർഷി അമ്മയായ ദേവഹൂതിക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളെ ആയിട്ടാണ് സാംഖ്യ യോഗത്തെ പറ്റി നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുള്ളത് അല്ലെ. പിന്നെ പതഞ്ജലി എന്താണ്? നമ്മളിപ്പോ
യോഗയും യോഗ. അങ്ങനെയൊക്കെയുള്ള നമ്മൾ പതഞ്ജലി യോഗയൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലേ? അത് പിന്നെ ജൈമിനി, അഷ്ടാവക്രൻ അതിനും യോഗയാണ്. അല്ല, അഷ്ടാവക്രന് യോഗയും അതുപോലെ മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അഷ്ടാവക്ര മുനിയുടെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. നമ്മൾ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹം പോയതും രാമായണത്തിലല്ലേ പ്രഭു അഷ്ടാവക്രനെ പരിഹസിച്ചത് കൊണ്ട് വിരാധന അങ്ങനത്തെ ഒരു സത്വം ഉണ്ടായി അഷ്ടാവക്രനെ അതെ അതെ, പരിഹസിച്ചത് കൊണ്ട്. അഷ്ടാവക്രനെ പരിഹസിച്ചായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ രാധാറാണിക്ക് ഒരു ശാപം കിട്ടുന്നതായിട്ടുണ്ടല്ലേ? രാമായണത്തിൽ ഓർമ്മ വരുന്നുണ്ട് ഏതൊരു വിരാധന അത് കഴിഞ്ഞിട്ട് അഷ്ടാവക്രനാണ് രാധാറാണി നിത്യ കിഷോരി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹം കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന അഷ്ടാവക്രൻ ഗൗതമ മഹർഷി, കണാദൻ, കപിലൻ, പതഞ്ജലി, ജൈമിനി എന്നിവരൊക്കെ വ്യത്യസ്തമായ തത്വശാസ്ത്രാനുചിതമായ സിദ്ധാന്ത സംഹിത രചിച്ച മറ്റ് ശ്രേഷ്ഠ ഋഷിമാരൊക്കെ ഒരുപാടുണ്ട്. അപ്പം വേദാന്ത സൂത്രത്തിൽ ആസ്തിക്യത്തെ ഇല്ലെങ്കിൽ ഈശ്വരനുണ്ടെന്ന വിശ്വാസത്തെ പൂർണ്ണമായും വിശദമാക്കിയിരിക്കുന്നു. അപ്പൊ വേദങ്ങളെല്ലാം കഴിഞ്ഞ് വേദാന്ത സൂത്രം വന്നപ്പോൾ ഈശ്വരൻ ഉണ്ട് എന്നുള്ളത് അതിൻ്റെ അകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം മറ്റ് തത്വസംഹിതകളിൽ സർവ്വകാരണങ്ങളെയും പരമകാരണത്തെക്കുറിച്ചിട്ടുള്ള യാതൊരു പ്രായോഗിക സൂചനയും പ്രതിപാദിക്കാതെ ദാർശനിക വീക്ഷണങ്ങളെ മാത്രം വിവരിച്ചിരിക്കുന്നു. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? മറ്റുള്ള സംഹിതകളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ എന്തോ ഉണ്ട് എന്നുള്ള സർവ്വകാരണങ്ങളുടെയും കാരണം അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് ഒരു സൂചന ഇങ്ങനെ ദൈവം ഉണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്നും അങ്ങനെ അവിടെ ഇവിടെ തൊടാതെ എന്തോ പറഞ്ഞു പോയിരിക്കുന്നു. പക്ഷെ വേദാന്ത സൂത്രത്തിൽ ഒരു ഈശ്വരൻ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഈ ഈശ്വരൻ ആരാണെന്ന് ഒന്നും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ വേദാന്ത സൂത്രത്തിൽ അതിന് ആസ്തിക്യത്തെ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഈശ്വരൻ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഈശ്വരൻ ആരാണെന്ന് പറയുന്നില്ല. മറ്റുള്ളതൊക്കെ ഈ പറയുന്ന സർവ്വകാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു കാരണമുണ്ട്. ആ കാരണം ആരാണ് എന്ന് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് മറ്റെല്ലാ സമ്പ്രദായങ്ങളെയും അവഗണിച്ച് ശ്രീമദ് ഭാഗവത്തിന്റെ ആസ്തിക്യ അവലോകനങ്ങളെ പരിപൂർണമായി അവതരിപ്പിക്കാൻ സർവമാനിക ദാർശനിക സൈദ്ധാന്തിക സിദ്ധാന്തങ്ങളെയും കുറിച്ച് ജ്ഞാനം നേടിയ ശേഷം മാത്രമേ വ്യാസാസനത്തിൽ ഉപവിഷ്ടനാകുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിൽ കൂടെ എല്ലാം കടന്നു വന്ന് ഈ പ്രോസസ്സ്, അതായത് ആദ്യം പറയുന്നത് ഇതിനെപ്പറ്റി ഒന്നും അവിടെ ഇവിടെ സൂചിപ്പിച്ച് വെച്ച് പോകുന്നു, ആരാണെന്ന് പറയുന്നില്ല. പിന്നെ അതിനു വേണ്ടിയിട്ട് ഒരാളുണ്ട് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ആ ആള് ആരാണെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ആദ്യത്തെ ശ്ലോകങ്ങളിൽ കൂടെ ഓം നമോ ഭഗവതേ വാസുദേവായ, വസുദേവരുടെ പുത്രനായ ഭഗവാൻ ആണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ഈ ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവത്തിന്റെ ആസ്തിക അവലോകനങ്ങളെ പരിപൂർണമായി അവതരിപ്പിക്കാൻ സർവമാനിക ദാർശനിക സൈദ്ധാന്തിക സംഹിതകളെ കുറിച്ച് ജ്ഞാനം നേടിയ ശേഷം മാത്രമേ, അങ്ങനെയുള്ള ഒരു ജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ വ്യാസാസനത്തിൽ ഉപദിഷ്ടനാകാനായിട്ട് പറ്റൂ. സൂത ഗോസ്വാമി യഥാർഹമായ ആചാര്യനാകിയാൽ നൈമിശാരണ്യത്തിലെ ശ്രേഷ്ഠ ഋഷിമാർ അദ്ദേഹത്തെ വ്യാസാസനത്തിൽ അവരോധിച്ചു. അപ്പൊ അദ്ദേഹത്തിന് എന്തുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും ക്വാളിഫൈഡ് ആണെന്ന് ഉറപ്പായതിനു ശേഷമാണ് അവർ അദ്ദേഹത്തെ വ്യാസാസനത്തിൽ അവരോധിച്ചത്. ആധികാരിക പ്രാമാണിക അവതാരമാകിയാൽ ശ്രീല വ്യാസദേവനെ പരമദിവ്യോത്തമ പുരുഷനായിട്ടും ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് ആ ശ്ലോകത്തിൽ തന്നെ അതിന്റെ അർത്ഥം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ ബാദരായണ, ഭഗവാൻ വേദവ്യാസൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭഗവാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വ്യത്യസ്തനല്ല വ്യാസദേവൻ. അപ്പൊ അതുകൊണ്ട് ആ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ആളും കുറച്ചൊക്കെ യോഗ്യത ഉള്ളവരായിരിക്കണം. അടുത്ത 8ാമത്തെ ശ്ലോകം. വേത്തത്വം സൗമ്യ തത്സർവം തത്വതസ്തദനുഗ്രഹാത് ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുതാൻ. വേത്തത്വം സൗമ്യ തത്സർവം തത്വതസ്തദനുഗ്രഹാത് ബ്രൂയ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുതാൻ. ഹരേ കൃഷ്ണ. ലൈല മാതാജിക്ക് ശ്ലോകം വായിക്കാമോ? മാതാജിയുടെ ഇല്ലായിരിക്കും അല്ലേ? എന്നാ ഭാരതി മാതാജി ശ്ലോകം വായിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. വേത്തത്വം സൗമ്യ തത്സർവം തത്തതസ്തദനുഗ്രഹാത്
ഭ്രൂയുസ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവേ ഗുരവോ ഗുഹ്യമപ്യുത. ഹരേ കൃഷ്ണ ഹരേ പ്രഭു. കൃഷ്ണ. ഹരേ സുജന കൃഷ്ണ. മാതാജി. മാതാജി. ആ പ്രഭുജി ലൈൻ ഞാൻ നമ്പർ വായിക്കാം. പ്രഭുജി ഞാൻ വായിക്കാം. വായിച്ചു. വേദത്വം സൗമ്യ തത്സർവം തത്വതസ്തദനുഗ്രഹാത് ബ്രൂയസ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമദ്ഭുതഃ. ഹരേ കൃഷ്ണ. ഞാൻ വായിക്കാം. സുജന പ്രഭുജി മാതാജി. വായിക്കാം. വേദത്വം സൗമ്യ സർവം തത്വതസ്തദനുഗ്രഹ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗൃഹ്യമഫ്യത. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീല പ്രഭുപാദ്. വേത്ത അങ്ങ് നിപുണനാകുന്നു. ത്വം അങ്ങേക്ക് ബഹുമതിയായി സൗമ്യനായ തത് അവർ സർവം എല്ലാ തത്വത യഥാർത്ഥത്തിൽ തത് അവരുടെ അനുഗ്രഹത്താൽ ബ്രൂയുഹു വിശദീകരിക്കാൻ കഴിയും. സ്നിഗ്ധസ്യ വിനയാന്യുതൻ ശിഷ്യസ്യ ശിഷ്യന്മാരിൽ ഗുരവഹ ആത്മീയാചാര്യൻ ഗുഹ്യം അതീവ രഹസ്യമായ അച്യുത പ്രദാനം ചെയ്തു. വിവർത്തന ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. അങ്ങ് വിനയാന്യതനാകയാൽ അങ്ങയുടെ ആത്മീയ ആചാര്യന്മാർ ബഹുമതിയായി ഒരു ഉത്തമ ശിഷ്യന് പ്രദാനം ചെയ്യുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും അങ്ങയിൽ ചൊരിഞ്ഞു. ആകയാൽ അവരുടെ അടുക്കൽ നിന്നും ശാസ്ത്രീയമായി അഭ്യസിച്ചതെല്ലാം ഞങ്ങൾക്ക് സുവ്യക്തമായി വിശദീകരിച്ചു നൽകാൻ അങ്ങേക്ക് സാധ്യമാണ്. അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, അങ്ങ് എന്താണ് വളരെയധികം വിനയാന്യതനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ക്രോധം ഉണ്ടാകേണ്ട ആ സന്ദർഭത്തിൽ, അല്ലേ? അപ്പൊ അങ്ങയുടെ ആത്മീയ ആചാര്യൻ ബഹുമതിയായി ഒരു ഉത്തമ ശിഷ്യന് പ്രദാനം ചെയ്യുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും അങ്ങയിൽ ചൊരിഞ്ഞു. അപ്പൊ അതായത് സുഖബ്രഹ്മർഷി എന്താണ് അങ്ങേക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു നൽകിയിരിക്കുകയാണ്. ആകയാൽ അവരുടെ അടുക്കൽ നിന്ന് ശാസ്ത്രീയമായി, അതുകൊണ്ട് അവരുടെ അടുക്കൽ നിന്ന് കേട്ടതെല്ലാം ശാസ്ത്രീയമായി ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചു തരാൻ അങ്ങേക്ക് തീർച്ചയായിട്ടും സാധ്യമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ഭാവാർത്ഥം ഭാരതി മാതാജി തന്നെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥമേക ശ്രീല പ്രഭുപാദ് കി ജയ്. ആത്മീയാചാര്യനെ സംതൃപ്തനാക്കി അപ്രകാരം അദ്ദേഹത്തിന്റെ നിർവ്യാജമായ അനുഗ്രഹം നേടുകയാണ് ആത്മീയ ജീവിത രഹസ്യം. ശ്രീ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ആത്മീയാചാര്യന്മാരെ സംബോധന ചെയ്യുന്ന 8 വരികൾ അടങ്ങുന്ന തന്റെ പ്രശസ്തമായ പദ്യശകലത്തിൽ ഇപ്രകാരം പ്രകീർത്തിക്കുന്നു. ആത്മീയാചാര്യന്റെ പാദകമലങ്ങളിൽ ഞാൻ എൻ്റെ ആദരപൂർവമായ പ്രണാമങ്ങൾ സമർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ സംതൃപ്തിയിലൂടെ മാത്രമേ പരമദിവ്യോത്തമ പുരുഷനെ പ്രീതിപ്പെടുത്താനാവൂ എന്ന് മാത്രമല്ല, അദ്ദേഹം അസംതൃപ്തനായാൽ ആത്മസാക്ഷാത്കാര മാർഗനാശം സംഭവിക്കുകയും ചെയ്യും. ആകയാൽ ആത്മീയാചാര്യനോട് ശിഷ്യൻ വിനയാന്യുതനും അനുസരണയുമുള്ളവനായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒരു ശിഷ്യൻ എന്ന നിലയിൽ ശ്രീലസൂത ഗോസ്വാമി സർവവിധ യോഗ്യതകളുമുള്ളവനാകയാൽ പണ്ഡിത ശ്രേഷ്ഠരും ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവരുമായ ശ്രീല വ്യാസദേവനെ പോലുള്ള മറ്റ് ആത്മീയാചാര്യന്മാരും എല്ലാവിധ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് പ്രദാനം ചെയ്തു. ശ്രീലസൂത ഗോസ്വാമി ഉത്തമ വിശ്വാസയോഗ്യനായ ആത്മീയാചാര്യനാണെന്ന പൂർണ്ണബോധമുള്ളതാകയാൽ നൈമിഷാരണ്യത്തിലെ ശ്രേഷ്ഠ ഋഷിമാർ ശ്രീമദ് ഭാഗവതം സൂത ഗോസ്വാമിയിൽ നിന്നും ശ്രവിക്കാൻ ഉത്സുകരായിരുന്നു. അവരെല്ലാം ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അവരെല്ലാം ശ്രീല സൂത ഗോസ്വാമിയിൽ നിന്ന് അല്ലെങ്കിൽ സൂത ബ്രഹ്മർഷിയിൽ നിന്ന് ഇത് കേൾക്കാണ്ട് ഉത്സുകരായിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആ 3-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആത്മീയ ആചാര്യനെ സംതൃപ്തനാക്കാനുള്ള പ്രോസസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇവര് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ കാര്യം അങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് അദ്ദേഹം സന്തുഷ്ടനായാൽ മാത്രമേ ഉള്ളൂ എന്നാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടത്തുള്ളൂ. അപ്പം ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ആത്മീയ ആചാര്യനെ സംബോധന ചെയ്യുന്ന 8 വരികൾ അടങ്ങുന്ന തന്റെ പ്രശസ്തമായ പദ്യശകലത്തിൽ ഇപ്രകാരം പ്രകീർത്തിക്കുന്നു. ആത്മീയ ആചാര്യന്റെ പാദകമലങ്ങളിൽ ഞാൻ എൻ്റെ ആദരപൂർവമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അപ്പൊ അദ്ദേഹം എഴുതിയ ആ 8 വരികളുള്ള അഷ്ടകം ഏതാ? ആർക്കാ പറയാൻ പറ്റുന്നത്? ഞാനത് എടുത്തതാണ്, എന്നിട്ടും മറന്നുപോയോ എല്ലാവരും?
എന്താ പ്രഭു കേട്ടില്ല, ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് ഈ മാറി. വിശ്വനാഥ ചക്രവർത്തി ടാക്കൂറ എഴുതിയ ആധ്യാത്മീയ ആചാര്യന്റെ ഗുരുഷ്ടകം പാദകമലങ്ങളിൽ ഞാൻ എൻ്റെ ആദരപൂർവമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഈ അഷ്ടകം ഏതാണ്? ഗുരു ഗുരുഷ്ടകം അല്ലേ? ഗുരുഷ്ടകം, ശിക്ഷാഷ്ടകം. ഗുരു അഷ്ടകമാണ്. ഗുരു അഷ്ടകം. അതേതാണ് ഗുരു അഷ്ടകം? അല്ലെങ്കിൽ മംഗളാരതി സോങ്. അതെ. സംസാരതാവ നലലിടലോക പ്രണയ കാരുണ്യ ഘന ഘനത്വം പ്രാപ്തസ്യ കല്യാണ ഗുണാർണവസ്യ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. നമ്മളതെല്ലാം പഠിച്ചതാണ് അല്ലേ? അപ്പൊ എന്താണ്? ഞാൻ ആദരപൂർവമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ആ പ്രണാമങ്ങളാണ് ഇപ്പോൾ ഇവിടെ നൈമിഷാരണ്യത്തിൽ കൂടിയിരിക്കുന്ന ഋഷികളൊക്കെ ആ ആധ്യാത്മീയ ആചാര്യന്റെ പാദകമലങ്ങളിൽ അർപ്പിക്കുന്നത്. അത് സ്തുതികളിലൂടെ ആണ് അവർ അർപ്പിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആധ്യാത്മിക ആചാര്യൻ സന്തോഷിച്ചാൽ മാത്രമേ എന്താണ് നമ്മളുടെ ഭഗവാന് സന്തുഷ്ടനാവുകയുള്ളൂ. അപ്പൊ അതിൻ്റെ അകത്ത് ആ ഗുരു അഷ്ടകത്തിനകത്ത് അതിനെ പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആകെയല്ല, ആധ്യാത്മിക ആചാര്യനുള്ള ശിഷ്യൻ വിനയാന്വിതനായും അനുസരണയുള്ളവനായിരിക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. വിനയാന്വിതനാവുകയും അനുസരണ ഉള്ളതാകുകയും ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പം അനുസരണ ഒരു ശിഷ്യൻ എന്ന നിലയിൽ ശ്രീല സൂത ഗോസ്വാമി സർവ്വവിധ യോഗ്യതകളും ഉള്ളവനാകിയാൽ പണ്ഡിതശ്രേഷ്ഠനും ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവരുമായ ശ്രീല വ്യാസദേവനെ പോലുള്ള മറ്റ് ആധ്യാത്മിക ആചാര്യന്മാരും എല്ലാം അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് പ്രദാനം ചെയ്തു. അപ്പൊ ഇദ്ദേഹം ഈ പറഞ്ഞ എല്ലാ യോഗ്യതകളുള്ള ആളായത് കൊണ്ട് എന്ത് ചെയ്തു? വ്യാസദേവൻ അടക്കം മറ്റുള്ള എല്ലാ ആചാര്യന്മാരും ആ പരമ്പരയിലുള്ള എല്ലാ ആൾക്കാരും ഇദ്ദേഹത്തിന് എന്താണ് അനസ്യൂതം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്തിട്ട് ഇരിക്കുകയാണ് അല്ലെ? അപ്പൊ അങ്ങനെ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവരായ ശ്രീല പിന്നെ സൂത ഗോസ്വാമി ഉത്തമ വിശ്വാസയോഗ്യനായ ആചാര്യനാണെന്ന പൂർണ്ണ ബോധമുള്ള അകൽ നൈമിഷാരണ്യത്തിലെ ഋഷിമാർ അദ്ദേഹം ശ്രീമദ് ഭാഗവത സൂത ഗോസ്വാമിയിൽ നിന്ന് ശ്രവിക്കാൻ വേണ്ടിയിട്ട് ഉത്സുകരായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം ഈ പറയുന്ന ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ശ്ലോകം നമ്മൾ പറഞ്ഞു. എന്താണ്? ഗുരുവിനെ പറ്റിയുള്ള ശ്ലോകം. തദ്വിധി പ്രണിപാതന എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് 4:34 നമ്മൾ ഗുരു എങ്ങനെയുള്ള ആയിരിക്കണം? ഗുരുവിന് ഈ പറയുന്ന നോളേജ് ഉള്ള വ്യക്തി ആയിരിക്കണം അല്ലെ? ഗുരുവിനും ചില യോഗ്യതകളുണ്ട്. അതുപോലെ തന്നെ ചോദിക്കാൻ അവിടെ ഇരിക്കുന്ന ശിഷ്യനും കുറച്ച് യോഗ്യതകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇവര് തമ്മിലുള്ള പരസ്പരം ഒരു കൈമാറ്റം നടക്കണമെങ്കിൽ അത് അത്യന്താപേക്ഷിതമാണ്. അപ്പം നമ്മള് ഈ പറയുന്ന വിശ്വനാഥ ചക്രവർത്തി ടാക്കൂറയുടെ ആ ഗുരു അഷ്ടകത്തില് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് ആധ്യാത്മിക ഗുരു ഭഗവാന്റെ വിശ്വസ്ത സേവകനായാൽ ഭഗവാന് തുല്യം ആദരണീയനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ആധ്യാത്മിക ഗുരു, അതായത് സാക്ഷാത്കാരിത്വേന സമസ്ത ശാസ്ത്രൈർ യുക്തസ്തദാ ഭാവേദേവ സദ്ഭി കിന്തു പ്രഭോയാ പ്രേവ തസ്യ വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. ആധ്യാത്മിക ഗുരു ഭഗവാന്റെ വിശ്വസ്ത സേവകനായാൽ ഭഗവാന് തുല്യം ആദരണീയനാണ്. ഇത് എല്ലാ സാധുശാസ്ത്രങ്ങളും അംഗീകരിക്കുന്നു. എല്ലാ സാധുശാസ്ത്രങ്ങളും ഒരുപോലെ പറയുന്ന കാര്യമാണ്. ഇപ്രകാരം ഭഗവാൻ ഹരിയുടെ ആധികാരികനായ പ്രതിനിധിയായ ആ ആധ്യാത്മിക ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ ഞാൻ സാദരം പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ പ്രസാദാന്നഗതി കുതോപി ധ്യായൻ സ്തുവം തസ്യ യശസ്ത്രീ സന്ധ്യം വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആധ്യാത്മിക ഗുരുവിന്റെ കാരുണ്യത്തിലാണ് ഒരുവന് കൃഷ്ണന്റെ അനുഗ്രഹം ലഭിക്കുന്നത്. വളരെ വ്യക്തമാണ്. ആധ്യാത്മിക ഗുരുവിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുള്ളൂ. അപ്പൊ ആധ്യാത്മിക ഗുരുവിന്റെ കാരുണ്യമില്ലാതെ ഒരുവന് ആത്മീയ പുരോഗതി കൈവരിക്കാനായിട്ട് ആകുകയില്ല. അതിനാൽ ഒരുവൻ 3 നേരമെങ്കിലും ആധ്യാത്മിക ഗുരുവിനെ നമസ്കരിക്കുകയും സ്തുതിക്കുകയും ചെയ്യേണ്ടതാണ്.
ഇപ്രകാരമുള്ള ആധ്യാത്മിക ഗുരുവിന്റെ പാതാരബിന്ദങ്ങളിൽ ഞാൻ സാദരം പ്രണമിക്കുന്നു എന്നാണ് നമ്മൾ ആ ഗുരുവഷ്ടകത്തിൽ കണ്ടത്. അതിലെ പ്രധാനപ്പെട്ട 2 ശ്ലോകങ്ങളാണ് ഞാൻ പറഞ്ഞത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തത് നമ്മൾ ഗുരു തത്വം എന്താണെന്ന് നോക്കാം. അപ്പൊ ആധ്യാത്മിക ഗുരു കൃഷ്ണനിൽ നിന്ന് വിഭിന്നമല്ല എന്ന് നമ്മൾ കേട്ടു അല്ലെ. നമ്മള് ഈ കലിയുഗത്തിൽ ഭഗവാൻ നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് തന്നിട്ട് പോയി. ഭഗവാൻ ഗ്രന്ഥരൂപത്തിൽ അവതരിച്ചത് ആരുടെ രൂപത്തിലാണ്? ഭാഗവതം ശ്രീമദ് ഭാഗവതം ശ്രീമദ് ഭാഗവതം. ഭഗവാൻ ശബ്ദരൂപത്തിൽ അവതരിച്ചിരിക്കുന്നത് 2 ഏതൊക്കെയാണ്? ഭഗവത്ഗീത ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപമായിട്ടും ഓങ്കാരമായിട്ടും അല്ലെ. അതുപോലെ തന്നെ ഭഗവാൻ എന്താണ് നദിയായിട്ട് അവതരിച്ചത് ആരുടെയൊക്കെ രൂപത്തിലാണ്? ഗംഗ, യമുന അങ്ങനെയുള്ള പുണ്യനദികളുടെ രൂപത്തിൽ ഭഗവാൻ വെള്ളത്തിന്റെ രൂപത്തിൽ വന്നു. അങ്ങനെ ഒരുപാട് ഇതിങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഭഗവാൻ പൂർണ്ണമായിട്ടും ഒരു മനുഷ്യനായിട്ട് അവതരിച്ചത് ആരുടെ രൂപത്തിലാണ്? ഗുരുവിന്റെ രൂപത്തിൽ. ഭഗവാൻ എന്താണ് കലിയുഗത്തിൽ മനുഷ്യന്റെ രൂപത്തിൽ വന്നിരിക്കുന്ന ആരുടെ രൂപത്തിലാണ്? ഗുരുവിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഗുരു ഭഗവാനിൽ നിന്നും അല്ലെങ്കിൽ കൃഷ്ണനിൽ നിന്നും ഭിന്നനല്ല. അപ്പം അതിനെപ്പറ്റി ഗുരു കൃഷ്ണ രൂപഹന ശാസ്ത്രേര പ്രമാണ ഗുരു രൂപേ കൃഷ്ണ കൃപ കരേന ഭക്തഗണ. ഇതൊരു ബംഗാളിയിലെ ചൈതന്യ ചരിതാമൃതത്തിലെ ആദ്യ ലീലയിൽ ഉള്ളതാണ്. 1:45 എല്ലാ ശാസ്ത്രങ്ങളുടെയും സൂക്ഷ്മമായ അഭിപ്രായം അനുസരിച്ചിട്ട് ആധ്യാത്മിക ഗുരു കൃഷ്ണനിൽ നിന്നും ഭിന്നനല്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ ആധ്യാത്മിക ഗുരുവിന്റെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ഭക്തന്മാർക്ക് മോക്ഷം നൽകുന്നു. ശിഷ്യൻ ആധ്യാത്മിക ഗുരുവുമായിട്ടുള്ള ബന്ധം ഭഗവാനുമായിട്ടുള്ള ബന്ധത്തോളം തന്നെ ശ്രേഷ്ഠമാണ്. അപ്പൊ അതാണ് ഗുരുവിന്റെ സ്ഥാനത്തെ പറ്റി പറയുന്നത്. വളരെ വ്യക്തമായിട്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നു അല്ലെ. ഇനി അടുത്തത്, ഒരു വ്യക്തി ആചാര്യനെ എന്നെ പോലെ തന്നെ അറിയുകയും ഒരു വിധത്തിലും അദ്ദേഹത്തെ അപമാനിക്കാതിരിക്കുകയും ചെയ്യണം. ഒരു തരത്തിൽ നമ്മൾ ഒരു ആചാര്യന് അപമാനം ഉണ്ടാക്കരുത്. അദ്ദേഹം എല്ലാ ദേവന്മാരുടെയും പ്രതിനിധി ആകിയാൽ അദ്ദേഹത്തോട് അസൂയാലു ആകുവാനോ അദ്ദേഹത്തെ സാധാരണ ഒരു വ്യക്തിയായി കാണുവാനോ പാടുള്ളതല്ല. അപ്പൊ അദ്ദേഹത്തിനോട് ഇപ്പൊ ശ്രീമദ് ഭാഗവതത്തില് പറഞ്ഞിരിക്കുന്നതാണ് 11, 17, 27. എന്താണ്? ആചാര്യമാം വിജാനീയാൻ നാവ മന്യേത കർഹിചിത് ന മർത്യ ബുദ്ധ്യാ സൂയതേ സർവദേവ മയോ ഗുരു എന്ന് പറഞ്ഞ് ശ്രീമദ് ഭാഗവത്തില് 11, 17, 27 പറഞ്ഞിരിക്കുന്നതാണ്. ഒരു വ്യക്തി ആചാര്യന് എന്നെ പോലെ തന്നെ അറിയുക. എന്നെ എന്ന് പറഞ്ഞ ആരാണ്? കൃഷ്ണനെ പോലെ തന്നെ. ഒരു വിധത്തിലും അദ്ദേഹത്തെ അപമാനിക്കാതിരിക്കുകയും ചെയ്യണം. അദ്ദേഹം എല്ലാ ദേവന്മാരുടെയും, നമുക്കറിയാം ഇന്ദ്രൻ ഗുരുവിനെ ദേവഗുരു ബൃഹസ്പതിയെ അപമാനിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് അല്ലെ. ദേവലോകം മുഴുവൻ എന്താണ് കീഴടക്കപ്പെട്ടു. അസുരന്മാരാൽ എന്താണ് കംപ്ലീറ്റ് ഐശ്വര്യങ്ങളും പോയി. അവിടെ എല്ലാം നമ്മൾ ആ കഥയൊക്കെ അറിയാം അല്ലെ. അത് കഴിഞ്ഞിട്ട് വേറൊരു ആളെ ഗുരുവായിട്ട് ബൃഹസ്പതി പിണങ്ങി പോയി കഴിഞ്ഞിട്ട് വേറൊരു ആളെ അസുരന്റെ പുത്രനായ ത്വഷ്ടാവിന്റെ പുത്രനായ ആരെയാണ് കൊണ്ടുവന്നത്? മാതാജി ഓർമ്മയുണ്ടോ? രാധിക മാതാജിക്ക് ഓർമ്മയുണ്ടോ ആരെയാണ് കൊണ്ടുവന്നത്? എന്താ പ്രഭു? കേട്ടില്ല. ദേവലോകത്തിൽ ഗുരു ബൃഹസ്പതി അല്ലേ? ബൃഹസ്പതിയെ പിണങ്ങിപ്പോയതിനു ശേഷം വന്ന ഗുരു. വിശ്വ അതെ, അത് തന്നെയാണ്. രൂപൻ വിശ്വരൂപനെയാണ് കൊണ്ടുവന്നത്. ത്വഷ്ടാവിന്റെ മകനായ വിശ്വരൂപനെയാണ് കൊണ്ടുവന്നത് അല്ലെ. എന്നിട്ട് ആ വിശ്വരൂപനെ വീണ്ടും ഇന്ദ്രൻ ചക്രായുധം വെച്ച് വധിക്കുകയും അപ്പൊ അതിന്റെ പ്രതികാരമായിട്ട് എന്ത് ചെയ്യുന്നു? ത്വഷ്ടാവ് തപസ് ചെയ്തിട്ട് ത്വഷ്ടാവ് ഒരു പുത്രനെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതാരാണ്? വൃത്താസുരനാണ്. അങ്ങനെയുണ്ടോ? വൃത്രാസുരനാണ് ഉണ്ടാകുന്നത്. വൃത്രാസുരൻ ചിത്രകേതുവിന്റെ പുനർജന്മമാണ്. അപ്പൊ ചിത്രകേതു എങ്ങനെയാണ് ഈ പുനർജന്മം എടുക്കുന്നത്? പാർവതി ദേവിയുടെ ശാപം കൊണ്ട് അല്ലേ. വൃത്രാസുരൻ ഭഗവാന്റെ പരമ ഭക്തനായിരുന്നു. എന്നിട്ട് ഇന്ദ്രന് വൃത്രാസുരനെ വധിക്കാൻ പറ്റാതിട്ട് എന്താണ് ദധീചി മഹർഷിയുടെ നട്ടല് എരന്ന് വാങ്ങി അതുകൊണ്ട് വജ്രായുധം നിർമ്മിച്ച്, അങ്ങനെയാണ്. ആ വജ്രായുധം കൊണ്ട് വധിക്കാൻ പറ്റിയില്ല. പിന്നെ എന്ത് ചെയ്തു? ഇന്ദ്രനെ വിഴുങ്ങി. ഇന്ദ്രനോട് അതിന്റെ വിദ്യ പറഞ്ഞു കൊടുത്തു അല്ലെ. വിഴുങ്ങി കഴിഞ്ഞ് ഇന്ദ്രൻ എന്ത് ചെയ്തു? ആ
വജ്രായുധം വെച്ചിട്ട് ഭേദിച്ചിട്ടാണ് വയറ്റിൽ നിന്ന് പുറത്തു വന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം മരിച്ചത്. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ വൃത്രാസുര സ്തുതി കേളു പ്രഭു. വൃത്രാസുര സ്തുതിയില്ലേ, അഹം ഹരേ തവ പാദൈകമൂല മാതാജിക്ക് അറിയാമോ? ദാസാനുദാസം. അറിയാ. വൃത്രാസുരന്റെ സ്തുതികളിൽ വെച്ചിട്ട് ഇപ്പൊ കുന്തി സ്തുതി, ഗജേന്ദ്ര സ്തുതി, ഉത്തരാസ്തുതി ഒക്കെ പറയുന്ന അതിന് ഒപ്പം അതിനേക്കാൾ ഒന്നുകൂടെ കിടപിടിച്ച് നിൽക്കുന്ന സ്തുതിയാണ് വൃത്രാസുരന്റെ സ്തുതി. ഭയങ്കരമാണ്. ഞാൻ അതെ. ഒരു പ്രാവശ്യം കേട്ടു, പക്ഷെ എനിക്ക് ഓർമ്മയേ ഇല്ല. അറിയാമെങ്കിൽ മാതാജി? ഞാന് ചൊല്ലാം ആ ഒരു മിനിറ്റ് നോക്കി ചൊല്ലാനേ അറിയുള്ളൂ. ആ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഉം. അഹം ഹരേ തവ പാദൈകമൂല ദാസാനുദാസോ ഭവിതാസ്മി ഭൂയ മനസ്മരേതാ സുപതേർഗുണാംസ്തേ ത്രിനിഗ്ധവാക്കർമ്മ കരോതു കായ നാകപൃഷ്ടം ന ച പാരമേഷ്ഠ്യം ന സർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധിർ പുനർഭവം വ സമഞ്ജസത്വാ വിരഹയ്യകാംക്ഷേ അജാതപക്ഷ ഇവ മാതരം ഖഗാ സ്തന്യം യഥാ വത്സതരക്ഷുതാർത്ത പ്രിയം പ്രിയേവാ വ്യുഷിതം വിഷണ്ണ മനോരവിന്ദാക്ഷ ദൃദിക്ഷത്തെ ത്വാം മമോത്തമശ്ലോകജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമതഃ സ്വകർമ്മഭിः തന്മായയാത്മാത്മജദാരഗേഹേ ശ്വാസക്തചിത്തസ്യ നനാഥ ഭൂയാത്. അതിന്റെ അർത്ഥമുണ്ട് പ്രഭു. അർത്ഥം നമുക്ക് ലാസ്റ്റ് വായിക്കാവേ. ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് അർത്ഥം വായിക്കാം. തീർച്ചയായിട്ടും നമുക്ക് വായിച്ചിട്ട് ഇനി വേറൊരു കാര്യം, നമുക്ക് സമയം 8:06 ആയി. അതുകൊണ്ട് ആർക്കെങ്കിലും എക്സിറ്റ് ആകാനുള്ളവർക്ക് എക്സിറ്റ് ആ സമയമുള്ളവർ മാത്രം ഇരുന്നാൽ മതി. കാര്യം ഉറക്കം വരുന്നവരും മറ്റുള്ള കാര്യങ്ങളുള്ളവർക്കും എക്സിറ്റ് ആകാവുന്നതാണ്. ഇപ്പൊ മാതാജി വൃത്രാസുരന്റെ സ്തുതിയാണ് പറഞ്ഞത്. വൃത്രാസുരൻ ഒരു അസുരനായിട്ടുള്ള കൂടി എന്താണ് ആ ഭഗവാന്റെ പരമ ഭക്തനായ വ്യക്തി. അത് ചിത്രകേതുവാണ്. ചിത്രകേതു എങ്ങനെ ഭക്തനായി എന്നുള്ളതൊക്കെ കഥ നമുക്ക് സമയമില്ല. അപ്പൊ ആധ്യാത്മിക ഗുരുവിനെ ഒരു സാധാരണ വ്യക്തിയെ കാണുന്ന ഒരാൾ അധപ്പതിച്ചു പോകുന്നു. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതിന്റെ ശ്ലോകം ഒന്നും ഞാൻ പറയുന്നില്ല. കർമ്മം പരിപൂർണതയോടുകൂടി ചെയ്യുന്ന ആൾ പൂർണ്ണനാകുന്നു. അങ്ങനെ ഒരു വ്യക്തി ആധ്യാത്മിക ഗുരുവാകാൻ യോഗ്യനാണ്. യോഗ്യത കുറഞ്ഞവർക്കും മോക്ഷതലത്തിൽ എത്താത്തവർക്കും ഗുരുവായി വർത്തിക്കാനാകും. ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ പരിശുദ്ധ ഭക്തന്മാരെ പിന്തുടരുന്നവരും പരിശുദ്ധ ഭക്തന്മാരാണ്. അപ്പൊ നമ്മൾക്ക് പരിശുദ്ധ ഭക്തരായിട്ടുള്ള ആൾക്കാരെ വരുന്നവരും പരിശുദ്ധ ഭക്തരാകാൻ യോഗ്യരാണ്. ശ്ലോകമൊന്നും നമുക്ക് പറയാനായിട്ട് സമയമില്ലാത്ത കാരണം നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം. അവ ഗുരുതത്വം അല്ലെങ്കിൽ ഗുരുപരമ്പര. ഭഗവാനെ ആചാര്യനെ പോലെ ബഹുമാനിക്കണം. അതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ മംഗളാരതി സോങ്ങിൽ പറഞ്ഞത് അല്ലെ. സാക്ഷാൽ ധരിത്വേന സമസ്ത ശാസ്ത്രേ. പിന്നെ അടുത്തത് ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, ശ്രീമതി രാധാറാണിയുടെ സഹചാരിയും നിത്യാനന്ദ പ്രഭുവിന്റെ പ്രതിനിധിയുമാണ് ഗുരു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? രാധാറാണിയുടെ സഹചാരിയും അതുപോലെ നിത്യാനന്ദ പ്രഭുവിന്റെ പ്രതിനിധിയാണ്. കാര്യം രാധാറാണി എന്താണ് ചെയ്യുന്നത്? ഭഗവാനെ എപ്പോഴും സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഒരു ഗുരുവിന്റെ ഭാവം എന്താണ്? മൂഡാണ് സേവ ചെയ്യുന്ന മൂഡ്. അപ്പൊ അതുകൊണ്ട് രാധാറാണിയുടെയും നിത്യാനന്ദ പ്രഭുവിന്റെയും പ്രതിനിധിയാണ് ഗുരു. ആത്മീയ ഗുരു ചൈതന്യ ഗുരുവിന്റെ ബാഹ്യമായ ആവിഷ്കാരമാണ്. അല്ല, ചൈത്യ ഗുരുവിന്റെ. ഇപ്പൊ ചൈത്യ ഗുരു എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ചിത്തത്തിൽ ഇരിക്കുന്നു അല്ലെ. ആ ചൈത്യ ഗുരു അല്ലെങ്കിൽ പരമാത്മാവാണ്. ആ പരമാത്മാവിന്റെ ബാഹ്യമായിട്ട് ആവിഷ്കാരമാണ്. പരമാത്മാവ് പുറത്തു വരുമ്പോൾ അതെന്താണ്? ഗുരുവിന്റെ ഗുരുവായി അല്ലെ. അപ്പൊ ചൈത്യ ഗുരു മനസാക്ഷിയായിട്ടിരുന്നിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അത് പുറത്തൊരാളുടെ രൂപത്തിൽ അത് ഗുരുവായിട്ട് വന്ന് നമ്മളോട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു. അടുത്തത്, പരിശുദ്ധ ഭക്തന്മാരെ പിന്തുടർന്നാൽ നിങ്ങളും പരിശുദ്ധരാണ് എന്ന് മറ്റൊരു ശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ ഇനി അടുത്തത് 2-3 ഉദ്ധരണികളൂടെ ഉണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് മാതാജി പറയുന്ന അർത്ഥത്തിലേക്ക് കിടക്കാം. ഇനി അടുത്തത് ഒരു അംഗീകൃത ഗുരുവിന്റെ യോഗ്യതകളാണ്. ഈ ശ്ലോകം എല്ലാവരും ഉപദേശാമൃതത്തിലെ 1-ാമത്തെ ശ്ലോകമാണ്. ഉപദേശാമൃതത്തിലെ 1-ാമത്തെ ശ്ലോകം. വാചോ വേഗം മനസ ക്രോധ വേഗം ജിഹ്വ വേഗം ഉദരോപ്സസ്തവേഗം ഏതാൻ വേഗാൻ യോ വിഷഹേദ ധീര സർവാം അഭീമാം പൃഥ്വീം സ ശിഷ്യാത്. അപ്പൊ അതാണ് സംസാരിക്കുന്നതിനുള്ള ത്വരയും. അതിന്റെ അർത്ഥമാണ് മനസ്സിന്റെ വിവിധ അഭിലാഷങ്ങളെയും കോപത്തിന്റെ പ്രവർത്തനങ്ങളെയും നാവിന്റെ ത്വരകളെയും
ഉദരത്തിന്റെയും ഉൽപാദനേന്ദ്രിയത്തിന്റെയും ത്വരകളെയും സഹിക്കാൻ കഴിവുള്ളവൻ ധീരനാണ്. അവന് ലോകം മുഴുവൻ ശിഷ്യന്മാരുണ്ടാക്കുന്നതിനുള്ള അർഹതയുണ്ട്. അപ്പോൾ ഒരു ഗുരു ആകാനായിട്ട് എന്താണ്? നമ്മൾ സംസാരത്തെ നിയന്ത്രിക്കണം, അല്ലേ? അധികം വലിച്ചു വാരി സംസാരിക്കരുത്. അതായത് മൗനം വിദ്വാനഭൂഷണമാണെന്നുള്ള രീതിയിൽ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാവുള്ളൂ. പിന്നെ എന്താണ്? മനസ്സിന്റെ വിവിധ അഭിലാഷങ്ങളെയും കോപത്തിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കണം. കോപം നിയന്ത്രിക്കണം. ഒരിക്കലും ഒരു കാരണവശാലും കോപം ഉണ്ടാകാൻ പാടില്ല ഏത് സാഹചര്യത്തിലും. പിന്നെ നാവിന്റെ തുറകളെ എന്താണ്? നാവ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ? ആവശ്യമില്ലാത്ത സംസാരിക്കുക, ആവശ്യമില്ലാതെ കഴിക്കാനും ഉള്ള നാവിന്റെ അതിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കണം. പിന്നെ എന്താണ്? ഉദരം എന്താണ്? നമ്മൾ വിശപ്പ് നമ്മളെ നിയന്ത്രിക്കണം, അല്ലെ? വിശപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ആവശ്യമില്ലാതെ എടുത്ത് കഴിക്കുന്നത്, അല്ലെ? അപ്പൊ അതിനെ നിയന്ത്രിക്കാണ്ട് കഴിയണം. പിന്നെ ഉൽപാദനേന്ദ്രിയത്തിന്റെ ത്വരകളെ സഹിക്കാൻ കഴിവുള്ളവനുമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ധീരനാണ്. അപ്പൊ ധീരനായ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരുപാട് ശിഷ്യന്മാരുണ്ടാകാനായിട്ടുള്ള യോഗ്യതകളുണ്ട്. പിന്നെ അടുത്തത് 2 യോഗ്യതകൾ വേറെ പറഞ്ഞിരിക്കുന്നതാണ്. പരമസത്യത്തിൽ ദൃഢമായി ഭക്തിയുള്ള ഒരു ആധ്യാത്മിക ഗുരുവിനെ വളരെ എളിമത്വത്തോടു കൂടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് അംഗീകൃത ഗുരുവിന്റെ യോഗ്യതകളായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വ്യക്തിപരമായ പെരുമാറ്റവും പ്രചരണം ചെയ്യണം. അപ്പൊ ഗുരു വെറുതെ ഇരുന്നാൽ പോരാ, ഭഗവാനെ പറ്റി പ്രചരിപ്പിക്കണം. അപ്പൊ ദിവ്യനാമം എന്താണ്? അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം അതിനെപ്പറ്റി. അപ്പം വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ഇരുന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മാത്രം ശ്രമിക്കുന്ന ഒരാൾ ഗുരുവാണോ? ഇല്ല. ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് നന്മ ചെയ്യുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഗുരുവാകുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ആത്മീയ ഗുരുവാകണം. കാര്യം എൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അതിനുള്ള യോഗ്യത നേടും. പിന്നെ നമ്മളൊരു മതഭ്രാന്തകാരനോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ പ്രേരിപ്പിച്ചത് കൊണ്ടോ ഒന്നും ഒരു കാരണവശാലും ഒരു ഗുരുവാകാനായിട്ട് ശ്രമിക്കാണ്ട് പാടില്ല. അത് ആപത്താണ്. അതുപോലെ തന്നെ സ്വന്തം ജ്ഞാനം ശരിയായിട്ട് നമ്മൾ അത് പാകപ്പെടുത്തി എടുക്കണം. നമ്മളൊരു ശ്രവണത്തിലൂടെ കൂടി ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് കേട്ടതിനനുസരിച്ചിട്ട് പാകപ്പെടുത്തി എടുത്താൽ മാത്രമേ നമുക്കൊരു ഗുരുവാകാനുള്ള യോഗ്യത കിട്ടുള്ളൂ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. മാതാജി അതിന്റെ അർത്ഥം കൂടെ ഒന്ന് വായിച്ചു, എന്നിട്ട് ലീവ് ചെയ്യാം. സമയം അതിക്രമിച്ചു. ഹരേ കൃഷ്ണ. മാതാജി അർത്ഥം പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ആദ്യത്തെ 4 വരിയുടെ അർത്ഥം അഹം ഹരേ തവ പാദൈക മൂലം ദാസാനുദാസോ അർത്ഥം ഡയറക്റ്റ്ലി പറഞ്ഞു. ഓക്കെ. വൃത്രാസുരൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ, അങ്ങയുടെ ശുദ്ധഭക്തരുടെ ദാസന്റെ ദാസനായി എന്നെ നിയമിക്കൂ. അല്ലെങ്കിൽ ശുദ്ധഭക്തരുടെ ദാസന്റെ ദാസനായി സേവനം ചെയ്യാൻ എനിക്ക് അവസരം തരൂ ഭഗവാനെ. മുമ്പ് ഞാൻ വൃത്രാസുരൻ ഭഗവാന്റെ ദാസനായിരുന്നു. ഇപ്പോൾ എനിക്ക് ആ പദവി നഷ്ടപ്പെട്ടു. ആ സ്ഥാനം എനിക്ക് തിരിച്ചു തരൂ എന്ന് വൃത്രാസുരൻ ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ആദ്യത്തെ 2 വരികളിൽ. ഇതിൽ അർത്ഥമാക്കുന്നത് നമുക്ക് ഈ ആദ്യത്തെ 2 വരികളുടെ അർത്ഥമാണ് പറഞ്ഞേ. പിന്നെ ഇതിൽ അർത്ഥമാക്കുന്നത് മനസ്സും ശരീരവും വാക്കുകൾ കൊണ്ട് അങ്ങയെ സേവിക്കാൻ എനിക്ക് അവസരം തരൂ. പിന്നെ അടുത്ത 4 വരിയുടെ ഞാൻ ഇതുകൊണ്ട് നമുക്ക് നിർത്താം. അടുത്ത ഓരോരോ ക്ലാസ്സിൽ 4 വരി പറയാം. കാര്യം സമയം കഴിഞ്ഞു. നാട്ടിൽ 11 മണിയൊക്കെ ആറായി. എല്ലാരും പിന്നെ ക്ലാസ്സിൽ കയറാതെ ആവും ഞാൻ സമയം കൂടുതൽ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ താല്പര്യമുള്ളവർ സ്റ്റേ ചെയ്ത് ഞാൻ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യാണ്. താല്പര്യമുള്ളവർ സ്റ്റേ ചെയ്ത എന്തെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞിട്ട് എക്സിറ്റ് ആയിക്കണം. ഹരി ബോൾ. ഹരേ കൃഷ്ണ. പഞ്ചകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യവച്ച പ്രധാന പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്ത് കീ ജായ്.